പഴയ നിയമ ഇസ്രായേലിൽ കനാനിൽ കടന്നവർ. ഹല്ലേലൂയ. അതുകൊണ്ട് മാമോദീസ ഏറ്റു എന്നുള്ളത് ഒരു യോഗ്യതയല്ല, യോഗ്യതയ്ക്കൊത്തവണ്ണം ജീവിക്കുവാൻ കരുതിക്കൊള്ളണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഇവിടെ പൗലോസ്ലീഹ എഴുതുന്നത് അവർ വെള്ളത്തിനുള്ളിലൂടെ സമുദ്രത്തിനുള്ളിലൂടെ കടന്ന് വെള്ളത്തിലും മേഘത്തിൻ കീഴിലൂടെ നടന്ന് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ഇസ്രായേൽ മക്കളെ അനുധാവനം ചെയ്ത ദൈവ തേജസ്സിന്റെ അടയാളമായ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ ഷെഖനായുടെ കീഴിൽ നടന്നുകൊണ്ടാണ് അവർ കനാൻ വരെ പോയത്. അവർ സമുദ്രത്തൂടെ കടന്ന് വെള്ളത്തിലും മേഘത്തിൻ കീഴിൽ നടന്ന് പരിശുദ്ധാത്മാവിലും മാമോദീസയേറ്റ് മോശയോട് ചേർന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുമശിഹ പഠിപ്പിക്കുന്നു. ഇസ്രായേൽ മക്കൾ തിന്ന മന്ന നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയാണ് പ്രിയപ്പെട്ടവരെ. മരുഭൂമിയുടെ ഒത്ത നടുവിൽ ചുട്ടുപൊള്ളുന്ന ആളിക്കത്തുന്ന തീക്കൽപ്പാറയുടെ മാറുപിളർന്ന് ദാഹജലമില്ലാതെ വലഞ്ഞ ജനത്തിന് ഈ പാറ പിളർന്നൊഴുക്കിയ ജീവനുള്ള വെള്ളം കുടിക്കാൻ കൊടുത്തത് പുതിയ നിയമത്തിലെ കാസായിലെ പാനം ചെയ്യലിന്റെ സൂചനയായിരുന്നു പ്രിയപ്പെട്ടവരെ. കാൽവരി ക്രൂശിൽ പിളർക്കപ്പെട്ട ശാശ്വത പാറയായ യേശുമശിഹായുടെ ചങ്ക് പിളർന്നൊഴുകിയ ചോരയും നീരും കാസായിൽ കലർത്തി താൻ തിരുവത്താഴ രാത്രിയിൽ ശിഷ്യന്മാർക്ക് സിംബോളിക്കായി പകർന്നു കൊടുത്ത ആ കാസായെ ഇവിടെ സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ രക്തമാണ് ഞാനും നിങ്ങളും കുടിക്കുന്നത്. നമ്മൾ നടക്കുന്നത് സ്വർഗീയ കനാനിലേക്കാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ യാത്ര ഒട്ടും സുഖകരമല്ല. മരുഭൂപ്രയാണം നമ്മുടെ വിശ്വാസ ജീവിതയാത്ര അഥവാ സിയോൻ യാത്രയെ കുറിക്കുന്നു. ഈ യാത്രയിൽ കൈപ്പേറിയ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാം. ഒരുപാട് പ്രതിസന്ധികൾ വന്ന് നമ്മളെ വല്ലാതെ വലച്ചേക്കാം. ക്രിസ്തീയ ജീവിതം ഒരു ഭൂമെത്തയല്ല എന്ന് എത്രയോ വട്ടം അച്ഛൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ക്രിസ്തീയ ജീവിതം ഭൂമെത്തയാണ് എന്നുള്ളതാണ്. പൂക്കൾ വിരിച്ച മെത്തയിലുള്ള സുഖകരമായ ഉറക്കമാണ് ക്രിസ്തീയ ജീവിതമെന്ന് നനച്ചവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തിരുത്ത്. ക്രിസ്തീയ ജീവിതം ഭൂമെത്തയല്ല, ശരശയ്യയാണ് മക്കളെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും ബഹുമാന്യരായ പട്ടക്കാരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്ത് ചിരപുരാതനമായ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മണ്ണൂർ സിറിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട വേദിയിലേക്ക് ആഗതരായിരിക്കുന്ന സ്നേഹമുള്ള ദൈവമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിശുദ്ധവും പരിപാവനവുമായ പൊന്നു തിരുനാമത്തിൽ സ്നേഹവന്ദനം, സന്ധ്യാവന്ദനം അറിയിക്കട്ടെ. തുടർച്ചയായ വർഷങ്ങളിൽ മണ്ണൂർ കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ചില വർഷങ്ങൾക്ക് ഒരിടവേള വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും 2026 മണ്ണൂർ കൺവെൻഷനിൽ വന്ന് സംബന്ധിച്ച് സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട വികാരി യോഹന്നാൻ കുന്നംപുറത്ത് അച്ഛനോടും പള്ളിയുടെ ചുമതലക്കാരോടുമുള്ള നന്ദി മുൻകൂട്ടി അറിയിക്കട്ടെ. ദൈവമക്കളെ, കൃത്യം 8:30 മണിക്ക് ഈ സന്ദേശം കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ആമുഖത്തിനൊന്നും മുതിരുന്നില്ല. വളരെ വേഗം നിങ്ങളുടെ ശ്രദ്ധ വചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് സന്ധ്യാകാലം നമ്മുടെ ധ്യാനത്തിന് വിഷയമാകുവാൻ വേണ്ടി പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിലെ 15-ാമത്തെ അധ്യായം 22, 23 തിരുവചനങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിൽ എത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹസമ്പൂർണനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഭാഗ്യകരമായ ഈ സന്ധ്യാകാലത്തിനായി നന്ദിയോടെ സ്തോത്രം. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഭവനങ്ങളിൽ, വിവിധ ബദ്ധപ്പാടുകളിലായിരുന്ന ഞങ്ങളെ ഒരുമയോടും ഒരുക്കത്തോടും കൂടെ ഈ ആലയാങ്കണത്തിലുള്ളതായ ഓഡിറ്റോറിയത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെ അഭിഷിക്തന്മാരിലൂടെ നിന്റെ വചനത്തിൽ നിന്ന് ആഴമായി നീ ഈ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഇന്ന് വീണ്ടും നിന്റെ ജനത്തോട് നീ സംവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾ വായിച്ച വേദഭാഗത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. വാഴ്ത്തി നുറുക്കി വിളമ്പേണമേ. ഈ വേദഭാഗത്ത് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ മറനീക്കി പൊരുൾ തിരിച്ച് വ്യാഖ്യാനിച്ച് ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ആത്മാവിൻ്റെ നിറവിൽ അഭിഷേകവും അനുഗ്രഹവും പ്രാപിച്ച് ഇവിടെ നിന്ന് മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ദാസൻ ബലഹീനനെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. അടിയൻ്റെ ബലഹീനതയിൽ അവിടുത്തെ കൃപ തികഞ്ഞ് വരയണമേ. മഹത്വമെല്ലാം കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിന് സ്തുതി. ദൈവമക്കളെ, പുറപ്പാട് പുസ്തകത്തിലെ 15-ാം അധ്യായത്തിലെ 22, 23 തിരുവചനങ്ങളാണ് വായിച്ച് കേൾപ്പിച്ചത്. അനന്തരം മോശെ ഇസ്രയേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. 430 സുദീർഘ വത്സരങ്ങൾ മിസ്രയീമിൽ അടിമകളായി കഴിയേണ്ടി വന്ന ഇസ്രയേൽ മക്കൾ അവരുടെ കരളുപിളരുന്ന നിലവിളി കേട്ട് കരളലിഞ്ഞ കർത്താവിൻ്റെ ഇടപെടൽ മുഖാന്തിരം ഫറവോയുടെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കനാനിലേക്ക് വഴി നടത്തപ്പെടുകയാണ്. 10 ബാധകളാൽ മിസ്രയീമിനെ ബാധിച്ച ദൈവം 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ പുത്ര സംഹാരം മിസ്രയീമിൽ അയച്ച രാത്രിയിൽ ഇസ്രയേൽ മക്കൾ ഫറവോയുടെ പിടിയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയായിരുന്നു. അവർ മിസ്രയീമിനെ കൊള്ളയിട്ടുകൊണ്ട് യാത്ര ചെയ്ത് ചെങ്കടൽ തീരത്തെത്തിയപ്പോൾ അവർക്ക് വഴി വ്യക്തമാവുകയാണ്. ചെങ്കടൽ തീരത്തിൻ്റെ ഓരം ചേർന്ന് നടന്നാൽ കനാനിലെത്താമെന്നവർക്ക് ഉറപ്പായി. എങ്കിലിനി വിശ്രമിച്ചിട്ടാകാം തുടർയാത്രയെന്ന് അവർ പരസ്പരം പറഞ്ഞ് മോശെ അനുവദിച്ച് അവർ ചെങ്കടൽ തീരത്ത് വിരിയിട്ട് വിശ്രമിക്കുകയാണ്. അവരങ്ങനെ വിശ്രമിക്കുന്ന വേളയിലാണ് ദൂരെ നിന്ന് പൊടിപടലങ്ങൾ ആകാശം മുട്ടെ പറത്തിക്കൊണ്ട് ഫറവോയും സൈന്യവും രഥചക്രങ്ങളുടെ അകമ്പടിയോടെ കുതിരക്കുളമ്പടി ശബ്ദത്തോടെ കൊടുങ്കാറ്റ് വേഗത്തിൽ ഇസ്രയേൽ മക്കളെ വേട്ടയാടുവാൻ പാഞ്ഞെടുത്തത്. ഇതവരെ സംബന്ധിച്ച് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അവർ ആ ചെങ്കടൽ തീരത്ത് കമിഴ്ന്നു കിടന്ന് അലമുറയിട്ട് കരഞ്ഞപ്പോൾ മോശ ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണു. കർത്താവേ, ഇനിയും ഈ ജനം അടിമത്വത്തിലേക്ക് പോകുന്നത് ആലോചിക്കാൻ പോലും കഴിയില്ല. അവിടുന്ന് ഇടപെട്ടേ മതിയാകും. ദൈവമായ കർത്താവ് ഇടപെട്ട് മോശ മുഖാന്തിരം ചെങ്കടലിനെ 2ആയി വെട്ടിപ്പിളർന്ന് വെള്ളം ഭിത്തി പോലെ നിർത്തി കടലിൻ്റെ നടുവിൽ അച്ഛൻ്റെ ഭാവനയിൽ അച്ഛൻ കാണുന്നത് 100 മീറ്റർ വീതിയുള്ള രാജപാത വെട്ടിത്തുറന്ന് ഉണങ്ങിയ നിലത്തുകൂടെ ഇസ്രയേലിനെ അക്കരെ കടത്തുകയാണ്. അവരെ വേട്ടയാടുവാൻ പിന്തുടർന്നെത്തിയ ഫറവോയെയും സൈന്യത്തെയും അതേ ചെങ്കടലിലെ ഓളങ്ങളിൽ മുക്കി കൊല്ലുകയാണ്. അക്കരെ കടന്ന് ഫറവോയുടെയും സൈന്യത്തിൻ്റെയും ചത്തുവീർത്ത ജഡങ്ങൾ ഓളപ്പരപ്പിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നതും ഉടഞ്ഞു തകർന്ന രഥചക്രങ്ങളെല്ലാം ഓളപ്പരപ്പിൽ ഓളം വെട്ടുന്നതും കണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ച ഇസ്രയേൽ മക്കൾ ചെങ്കടൽ തീരത്തൊരാനന്ദ നൃത്തം തന്നെ സംഘടിപ്പിച്ചു. ദൈവമക്കളെ, അവർ ദൈവത്തിന് സ്തോത്രഗാനം പാടി. മോശയുടെ സഹോദരിയായ മിരിയം എന്ന പ്രവാചകി തൻ്റെ ബാണ്ഡമഴിച്ച് തപ്പെടുത്ത് താളം കൊട്ടി പാടാൻ തുടങ്ങി. ഇസ്രയേൽ കന്യകമാർ അവളോട് ചേർന്ന് ആർത്തുപാടി ദൈവത്തെ സ്തുതിച്ചു. ഈ ആഘോഷമെല്ലാം കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനന്തരം മോശ ഇസ്രയേൽ മക്കളെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. ഇപ്പോൾ അവർക്ക് തിരിഞ്ഞു കിട്ടിയ വഴി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി അവർ മരുഭൂമിയിൽ ദീർഘനാൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അവർ സഞ്ചരിക്കേണ്ടത് മരുഭൂമിയിൽ കൂടെയാണ്. അവർക്ക് പ്രയാസം നിറഞ്ഞ ഒരു യാത്ര അവരുടെ മുൻപിൽ വരികയാണ്. അവർ സഞ്ചരിച്ചത് ശൂർ മരുഭൂമിയിൽ കൂടെയാണ്. ഈ മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ കഷ്ടതരമായ ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് അശനിപാതം പോലെ അവരുടെ ജീവിതത്തിൽ വലിയ അനർത്ഥം വന്നത്. കുടിപ്പാൻ തുള്ളി വെള്ളം പോലും അവരുടെ കയ്യിൽ ഇല്ല. സഞ്ചരിക്കുന്നത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കൂടെയാണ്. കുടിപ്പാൻ ഒരു തുള്ളി വെള്ളം പോലും അവരുടെ ആരുടെയും തുരുത്തിയിലില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മരുഭൂമിയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്കാർക്കും അത്ര പരിചയമുള്ള ഒരു സംഗതി ആയിരിക്കാൻ തരമില്ല. കാരണം നമ്മുടെ നാട്ടിൽ മരുഭൂമിയില്ല. ഇപ്പോൾ കേരളത്തിൽ മഴ പെയ്തിട്ട് ഏതാണ്ട് 1 മാസം തികഞ്ഞിട്ടില്ല.
ദൈവമക്കളെ, അതിന് എനിക്ക് തോന്നുന്നത് ഒരു 25 ദിവസം മുമ്പ് വരെ കേരളത്തിൽ ശക്തമായി മഴ പെയ്തതാണ്. 2-3 ആഴ്ച മഴ പെയ്യാതിരുന്നപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ ആകെ മാറി. അന്തരീക്ഷത്തിന് തണുപ്പുണ്ടെങ്കിലും കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് പല സ്ഥലങ്ങളും മാറ്റപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇനി ഈ കാലാവസ്ഥ ഒരു 3 മാസം കൂടെ തുടർന്നാൽ കേരളത്തിലെ ഗതി എന്താകും? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ പെരിയാർ വാലി ഇറിഗേഷൻ പ്രൊജക്ടിന്റെ കനാലുകൾ ഈ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളെ കീറിമുറിച്ച് തലങ്ങും വിലങ്ങും ഒഴുകുന്നില്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ മരുഭൂമി എറണാകുളം ജില്ലയാകുമായിരുന്നു സത്യം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇപ്പോൾ ഏകദേശം നല്ല സുഖത്തിൽ ജീവിക്കുന്നവരാണ്. മരുഭൂമിയുടെ അവസ്ഥ തികച്ചും ഭയാനകമാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമി, അവിടെ കുടിപ്പാൻ തുള്ളി വെള്ളം പോലുമില്ല. നാവ് വറ്റി വരണ്ട് ഉണങ്ങി, ചുട്ടുപൊള്ളുന്ന ചൂട്, എന്ത് ചെയ്യണ്ടോ എന്നറിഞ്ഞുകൂടാത്ത അവസ്ഥ. മുകളിൽ ആളിക്കത്തുന്ന സൂര്യൻ, താഴെ കനൽക്കട്ട പോലെ പഴുത്തു കിടക്കുന്ന മണൽത്തരികൾ. ഇതിന്റെ മുകളിലൂടെയാണ് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നത്. ശിശുക്കളും ബാലന്മാരും സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധരും ഒരുപോലെ വലഞ്ഞു. അവരാകെ അസ്വസ്ഥരായി. വെള്ളം കിട്ടാതെ നാവ് അണ്ണാക്കോട് ഒട്ടിപ്പോയിട്ട് സംസാരിക്കാൻ പോലും അവരിൽ പലർക്കും ബുദ്ധിമുട്ടായി. ചിലരൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഈ യാത്ര പുറപ്പെടേണ്ടിയിരുന്നില്ല, മിസ്രൈമിലായിരുന്നെങ്കിൽ ദാഹജലം കുടിച്ച് മരിക്കാമായിരുന്നു. ഇതാ നമ്മൾ എന്തിനാണ് കനാൻ നാട് നോക്കി യാത്ര തിരിച്ചത്? ഈ മോശ എന്ന മനുഷ്യൻ പറയുന്നത് കേട്ടിട്ട് ഇതിനു മുമ്പ് നമ്മളവനെ കണ്ടിട്ടേയില്ല. രാജകൊട്ടാരത്തിൽ വളർന്നവന് പാവപ്പെട്ടവന്റെ കഷ്ടത അറിയില്ലല്ലോ. അവനെ വിശ്വസിച്ചിറങ്ങിത്തിരിച്ചത് അബദ്ധമായി, അപകടമായി എന്നവർ പിറുപിറുക്കുവാൻ തുടങ്ങി. ചിലരൊക്കെ പറഞ്ഞു, ഇനി ഞാൻ മുൻപോട്ടില്ല, പുറകോട്ട് പോകാനും പറ്റില്ല, പോയാൽ ചെങ്കടൽ പഴയ സ്ഥിതിയിലായത് കണ്ടതാണ്. ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ വേറെ മാർഗമില്ല. അവർ ചെന്ന് മോശയോട് ശക്തമായി പറഞ്ഞു, മോശയെ, ഇത് മോശമായി പോയി, ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാനാണോ കൊണ്ടുവന്നത്? മോശ പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടേണ്ട, സ്വർഗത്തിൽ ദൈവം വഴി ഒരുക്കാതിരിക്കയില്ല. ചെങ്കടൽ പിളർന്ന് വഴിയൊരുക്കിയവൻ മരുഭൂമിയിൽ വെള്ളമില്ലാതെ അലയുന്ന ജനത്തിന് വെള്ളം കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് കരുതലുള്ളവനാണ് കാത്തിരിക്കുക. ജനം അത് വിശ്വസിച്ച് യാത്ര തുടരുകയാണ്. 1 ദിവസം കഴിഞ്ഞു, വെള്ളമില്ല. 2 ദിവസം കഴിഞ്ഞു, വെള്ളമില്ല. 3 ദിവസം കഴിഞ്ഞു, വെള്ളമില്ല. അവരാകെ അസ്വസ്ഥരാണ്. അവരിൽ പലരും വളരെ 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 യാത്രയിൽ ഇനി മുൻപോട്ട് പോകണ്ട എന്ന ഒരു വിമുഖ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് മുമ്പിൽ ഒരു മനോഹരമായ ഉറവ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി ശാന്തമായി ഒഴുകിപ്പോകുന്നത് മുന്നിൽ സഞ്ചരിച്ച ഒരുത്തൻ കണ്ടത്. ഞാൻ ആ രംഗം എന്റെ ഭാവനയിൽ ഇങ്ങനെ കാണാറുണ്ട്. അവനത് കണ്ടപാടെ മറ്റൊന്നും പറയാതെ ആ നിന്ന നിൽപ്പിൽ മരുഭൂമിയിൽ ഒന്ന് കുട്ടിക്കരണം മറിഞ്ഞു. അപ്പോ കൂടെ സഞ്ചരിച്ചവൻ ചോദിച്ചു, നീ എന്തിനാടാ തലകുത്തിമറിയുന്നത്? അവനൊരക്ഷരം മിണ്ടാതെ ഒന്നുകൂടെ തലകുത്തിമറിഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, എടാ, കുടിവെള്ളം കിട്ടാതെ നടന്ന് ഇവന് ഭ്രാന്തായത് കണ്ടില്ലേ? ഇവൻ തലകുത്തിമറിയുകയാണല്ലോ എന്ന്. അവൻ പറഞ്ഞു, ഞാൻ തലകുത്തിമറിയുന്നത് ഭ്രാന്തായത് കൊണ്ടല്ല, കുടിവെള്ളം കണ്ടതിന്റെ ആഹ്ലാദം കൊണ്ടാണ്. നീ എവിടെയാണ് കുടിവെള്ളം കണ്ടത്? അവൻ വിരൽ ചൂണ്ടിക്കാണിച്ചിടത്ത് ഒരു കുഞ്ഞരുവി ശാന്തമായി ഒഴുകിപ്പോകുകയാണ്. അപ്പോൾ കണ്ടവർ വിളിച്ചു പറഞ്ഞു, ഇതാ ഇവിടെ ഒരു നീരുറവയുണ്ട്, അതിൽ നിന്ന് ധാരാളം വെള്ളം കുതിച്ചൊഴുകുന്നുണ്ട്, ആർത്തിയോടെ കുടിപ്പാൻ നമുക്ക് അവസരമുണ്ട് എന്ന്. അവരെല്ലാവരും മത്സരിച്ചോടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ളവർ മുൻപിൽ കയറി ഓടുകയാണ്. ഓടി ആദ്യം മുമ്പിൽ ഓടിച്ചെന്ന ചിലർ മുട്ടിന്മേൽ കമിഴ്ന്നു വീണ് 2 കൈകൊണ്ടും കൈക്കുമ്പിളിൽ വെള്ളം കോരി മുത്തി കുടിക്കുകയാണ്. മറ്റാർക്കും കൊടുക്കാതെ മൊത്തം എനിക്ക് കുടിക്കണമെന്ന വിചാരത്തിൽ അവർ വാരി മൊത്തി കുടിക്കുകയാണ്. വേറെ ചിലർ കൈകൊണ്ട് വാരി കുടിക്കാൻ സാവകാശം കൊടുക്കാതെ ആ നീരുറവയിൽ ഒഴുകിപ്പോകുന്ന നീരുറവയിലേക്ക് കമിഴ്ന്നു വീണിട്ട് ചുണ്ട് ചേർത്ത് വെച്ച് കന്നുകാലി വെള്ളം കുടിക്കുന്നത് പോലെ ആർത്തിയോടെ ചുണ്ടുകൊണ്ട് വെള്ളം കോരി കുടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഒരപകടം. മുന്നാലെ ചെന്ന് ഈ വെള്ളം കുടിച്ചവരെല്ലാം പിന്നോട്ട് തിരിഞ്ഞിരുന്ന് ഓക്കാനിക്കാനും ഛർദ്ദിക്കാനും തുടങ്ങി. അവർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരും ഈ വെള്ളം കുടിക്കരുത്, ഇത് അപകടമാണ്, ഇതിന് കാലകയ്പാണ്, ഇത് കുടിച്ചാൽ മരിച്ചു പോകും, അത്ര ഭയാനകമാണ് ഈ വെള്ളത്തിന്റെ അവസ്ഥ. പിന്നാലെ വന്നവർക്ക് അപ്പോൾ മനസ്സിലായത് എന്തെന്ന് വെച്ചാൽ, ഇവർക്ക് ആവശ്യമുള്ളത് അത്രയും അവർ കുടിച്ചു. പിന്നാലെ വരുന്ന ഞങ്ങളും കുടിച്ചു കഴിഞ്ഞിട്ട് ഈ വെള്ളം എങ്ങാനും തീർന്നു പോയാലോ എന്ന് വെച്ച് ഇവർ ഞങ്ങളെ കബളിപ്പിക്കാൻ നോക്കുകയാണ്. അതൊക്കെ മനസ്സിലായി.
നിങ്ങൾ ആവശ്യത്തിന് കുടിച്ചില്ലേ? ഇങ്ങോട്ട് മാറിയാട്ടെ. അവരെ തള്ളി മാറ്റിയിട്ട് പിന്നാലെ വന്നവരും ഈ നീരുറവയിലേക്ക് കമിഴ്ന്നു വീണ് കൈകൊണ്ടും കപ്പിയും വെള്ളം കുടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരും ആർത്ത് നിലവിളിക്കാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ ചിലർ അലറിക്കരയുന്നു, ചിലർ വസ്ത്രം കീറുന്നു, ചിലർ തലമുടി പിച്ചിപ്പറിക്കുന്നു. ആകെ ഭയാനകമായ ഒരവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, വെള്ളം കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെന്നേ ഉള്ളൂ. കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങ് നടന്നുകൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഈ ദാഹാർത്തരായിരുന്ന ആളുകൾക്ക് വെള്ളം കിട്ടിയിട്ട് അത് കുടിക്കാനൊത്തില്ലെങ്കിൽ അവരനുഭവിക്കുന്ന മനോവ്യഥ അത് ഭ്രാന്തമായ ഒരവസ്ഥ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, മാനസികമായി ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്ന ഒരവസ്ഥ. അച്ഛൻ പറഞ്ഞല്ലോ, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെന്നേ ഉള്ളൂ. കിട്ടിയിട്ട് കുടിക്കാനൊത്തില്ലെങ്കിൽ നിശ്ചയമായിട്ടും ഭ്രാന്ത് വരും. മാനസികമായി ഏറ്റവും തളർന്നു പോകുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമൂഹത്തിൽ ഒത്തിരി പേരുടെ മാനസികാവസ്ഥ ഇതുപോലെയാണ്. അവർക്ക് കയ്യിൽ കിട്ടിയത് ചിലത് കൈമോശം വന്ന അവസ്ഥയിലാണ്. എല്ലാം സാധിച്ചു എന്ന് ചിന്തിച്ചിടത്ത് എല്ലാം കൈമോശം വന്ന അവസ്ഥയിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കലൊരു കുടുംബത്തെ പരിചയപ്പെട്ടു. അവർ വിവാഹിതരായിട്ട് 5 വർഷം അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അവർ ചികിത്സിക്കാൻ ആരംഭിച്ചു. ചികിത്സ അവസാനം IVF-ലൂടെ മാത്രമേ സന്തതി ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിന് പരിശ്രമം നടത്തി. ആദ്യവട്ടം പരാജയപ്പെട്ടു, 2ാം വട്ടം പരാജയപ്പെട്ടു, 3ാം വട്ടം സക്സസ് ആയി എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും 5ാം മാസം പരാജയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവരങ്ങ് മടുത്തു. അവർക്ക് കിട്ടി എന്ന് ഉറപ്പിച്ചതാണ്. 5 മാസം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറിയതാണ്. ഒരുപാട് സുന്ദര സ്വപ്നങ്ങൾ കണ്ടതാണ്. അത് കൈമോശം വന്നപ്പോൾ അവർ ആകെ തകർന്ന് താളടിയായി. അവർ പറഞ്ഞു, ഇനി പ്രതീക്ഷയില്ല, ഇനി സ്വപ്നങ്ങളില്ല, ഇനി ജീവിതത്തിൽ യാതൊരു ആശകളുമില്ല, ആഗ്രഹങ്ങളുമില്ല, ഇരുട്ടാണ് മുമ്പിൽ, നിരാശയാണ് ജീവിതം നിറയെ എന്ന്. അന്ന് ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ. നമ്മൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്, ആഴത്തിൽ ഇടപെടുന്ന ദൈവമാണ്, തക്കകാലത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിങ്ങൾ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുക, അല്പം കൂടെ കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം അവരുടെ ജീവിതത്തെ പിന്നത്തേതിൽ അനുഗ്രഹിക്കുകയുണ്ടായി. ദൈവമക്കളെ, അപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. കയ്യിൽ ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെട്ടതുപോലെ ചില നേട്ടങ്ങളും ചില അനുഗ്രഹങ്ങളും നമുക്കൊരു പക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള സംഘർഷം നിറഞ്ഞ ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിനകത്ത് അത്യുന്നതനായ ദൈവത്തിന്റെ സ്വർഗീയ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം. എന്നാൽ ദൈവമക്കളെ, ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളോട് സംസാരിപ്പാൻ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന 2-3 ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചിട്ട് ഈ രാത്രി അനുവദിക്കപ്പെട്ട സമയപരിധിക്കുള്ളിൽ ഈ ശുശ്രൂഷ പൂർത്തീകരിക്കണമെന്ന് വിചാരിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത, മാറ എന്ന വാക്കിന്റെ അർത്ഥം കയ്പ് എന്നാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കടും കയ്പ് അതിന്റെ പേരാണ് മാറ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, റൂത്തിന്റെ പുസ്തകത്തിൽ നവോമി എന്ന പേരുള്ള ഭാഗ്യവതിയായ സ്ത്രീയും അവളുടെ ഭർത്താവായ എലീമേലേക്കും അവരുടെ മക്കളായ മഹ്ലോനും കില്യോനും കൂടെ അവർ പാർത്തിരുന്ന ബേത്ത്ലഹേമിൽ, അപ്പത്തിന്റെ വീടായ ബേത്ത്ലഹേമിൽ ക്ഷാമമുണ്ടായ കാലത്ത് ആഹാരം തേടി അവർ മോവാബിലേക്ക് പ്രയാണം ചെയ്യുകയായിരുന്നു. അവർ പലായനം ചെയ്യുകയായിരുന്നു. നവോമി എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷം എന്നാണ്. എലീമേലേക്ക് എന്ന പേരിന്റെ അർത്ഥം ദൈവം എന്റെ രാജാവ് എന്നാണ്. മഹ്ലോൻ എന്ന പേരിന്റെ അർത്ഥം ദിനംപ്രതി ക്ഷയിച്ചു പോകുന്നവൻ എന്നാണ്. കില്യോൻ എന്ന പേരിന്റെ അർത്ഥം രോഗി അല്ലെങ്കിൽ ക്ഷീണിതൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ അപ്പനും അമ്മയും 4 മക്കളും കൂടെ നേരെ യെരുശലേമിൽ നിന്ന്, അപ്പത്തിന്റെ വീട്ടിൽ നിന്ന്, സമൃദ്ധിയുടെ നാട്ടിൽ നിന്ന് അവർ ദോഷമുള്ള നാട്ടിലേക്ക്, മോവാബിലേക്ക് പോവുകയാണ്. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടകയാണ് എന്ന് സങ്കീർത്തനത്തിലൂടെ പ്രവചനം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മോവാബ് ശപിക്കപ്പെട്ട ദേശമാണ്. മോവാബിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ലോത്ത് എന്ന പേരുള്ള പുരുഷന് സ്വന്തം മകളിലുണ്ടായ മകന്റെ പേരാണ് മോവാബ്. അങ്ങനെ അവിഹിതമായി ഉണ്ടായ, ദൈവിക പ്രമാണം ലംഘിച്ചുണ്ടായ ഒരു സന്തതിയുടെ പരമ്പരയാണ് മോവാബ്യർ. അവിടേക്കാണ് അവർ കുടിയേറി പാർക്കുന്നത്. ഈ മോവാബ് ദേശത്ത് ചെന്ന് മഹ്ലോനും
കില്ലിയോനും അവിടെ വെച്ച് വിവാഹിതരാവുകയാണ്. മോവാബ്യ പെൺകുട്ടികളെ അത്രേ വിവാഹം കഴിക്കുന്നത്. എന്നാൽ അവിടെ വെച്ച് അനർത്ഥം ആ കുടുംബത്തെ വേട്ടയാടുകയാണ്. ആദ്യം എലീമേലേക്ക് മരിക്കുന്നു, പിന്നെ മഹ്ലോൻ മരിക്കുന്നു, പിന്നെ കില്ലിയോൻ മരിക്കുന്നു. ഒരു വീട്ടിൽ 3 വിധവമാർ ബാക്കിയാകുന്നു. ഈ അവസ്ഥയിൽ നവോമി സങ്കടപ്പെട്ടിട്ട് തന്റെ മക്കളോട് പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എനിക്കിനി ഇവിടെ അവകാശികൾ ആരുമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. ഞാൻ എൻ്റെ സ്വദേശത്തേക്ക് ബത്ലഹേമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഞാൻ ബത്ലഹേമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. നിങ്ങൾ മക്കളെ നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുക, നിങ്ങൾ ഭർത്താക്കന്മാരെ നേടുക, നിങ്ങൾ മക്കളെ ജനിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ സസന്തോഷം സകുടുംബം ജീവിക്കുക. കരച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മരുമകളായ ഓർപ്പ അമ്മാവിയമ്മയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കെട്ടും പാണ്ഡവും എടുത്ത് വീട് വിട്ടുപോയി. എന്നാൽ റൂത്ത് പോയില്ല. റൂത്ത് അമ്മാവിയമ്മയെ കെട്ടിപ്പുണർന്ന് പിന്തുടരുകയാണ്. എന്നാൽ നവോമി തന്റെ മരുമകളെയും കൂട്ടി ബത്ലഹേമിൽ മടങ്ങി വന്നപ്പോൾ അവളുടെ ചാർച്ചക്കാരും അവളുടെ ബന്ധുക്കളും ആർത്തലച്ച് ഓടി വന്ന് ആഘോഷം നടത്തുകയാണ്. നവോമി വന്നു, നവോമി വന്നു, സന്തോഷിപ്പീൻ, ഉല്ലസിപ്പീൻ, ആർപ്പിടുവീൻ, ദൈവത്തെ സ്തുതിപ്പീൻ, നവോമി വന്നു എന്നിങ്ങനെ. നവോമി വന്നു, നവോമി വന്നു എന്ന് പറഞ്ഞാൽ സന്തോഷം വന്നു, സന്തോഷം വന്നു, ആർപ്പിടുവീൻ, ആരാധിപ്പീൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ എന്നാണ് ബത്ലഹേം നിവാസികൾ പറയുന്നത്. നവോമി വാവിട്ട് നിലവിളിച്ചുകൊണ്ട് അവരോട് പറഞ്ഞ മറുപടി, നിങ്ങൾ എന്നെ നവോമി എന്നല്ല മാറാ എന്ന് വിളിപ്പീൻ. എന്നാൽ ഞാൻ എല്ലാം ഉള്ളവളായി ബത്ലഹേം അപ്പത്തിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് മടങ്ങിപ്പോയതാണ്, ബത്ലഹേമിൽ നിന്ന് പോയതാണ്. എന്നാൽ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് വലിയ കയ്പ് പേറുന്നവളായിട്ടാണ്. ദൈവമക്കളെ, ജീവിതത്തിൽ കയ്പുള്ള അവസ്ഥ മാറായുടെ അവസ്ഥയാണ്. ഇവിടെ ഒന്നാമത്തെ ചിന്ത, മാറായുടെ അവസ്ഥ, അനുഭവം ഒരു വിശ്വാസിയുടെ അവകാശമാണ് എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാണ്, ദൈവവിശ്വാസികളാണ്, വിശുദ്ധ സഭയുടെ പ്രജകളാണ്, സിയോൻ യാത്രക്കാരാണ്, ക്രിസ്തുവിൽ രക്ഷ കണ്ടെത്തിയവരാണ്, നിത്യത നോക്കി പ്രയാണം ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവമക്കളെ, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പാഠമാണ് മാറായുടെ അനുഭവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ അവകാശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സിയോൻ യാത്രക്കാരാണ്. ആ ഇസ്രയേലും നമ്മളും തമ്മിൽ കുറച്ച് സാമ്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ മരുഭൂമിയിലൂടെ കനാനിലേക്ക് പ്രയാണം ചെയ്യുന്ന ഇസ്രയേൽ മക്കളും ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ പുതിയ നിയമസഭയും തമ്മിൽ ചില സാമ്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇസ്രയേൽ മക്കൾ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് ദൈവിക ഇടപെടലാൽ കുരുളറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്ര ചാർത്തപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. പുതിയ നിയമ ഇസ്രയേലാകുന്ന ഞാനും നിങ്ങളും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവത്തിന്റെ ഊനമില്ലാത്ത കുഞ്ഞാടാകുന്ന മശിഹ കാൽവരി ക്രൂശിൽ കുരളറുക്കപ്പെട്ട പൊന്നുതമ്പുരാന്റെ തങ്കച്ചോരയാൽ മുദ്ര കുത്തപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. പഴയ നിയമ ഇസ്രയേൽ അവിടെ നിന്ന് വിടുവിക്കപ്പെട്ട് കനാൻ നാട്ടിലേക്ക് വഴി നടക്കുമ്പോൾ ചെങ്കടൽ പിളർന്ന് ചെങ്കടലിനുള്ളിലൂടെ നടന്ന് വെള്ളത്തിലും മേഘത്തിൻ കീഴിലൂടെ നടന്ന് ആത്മാവിലും മാമോദീസയേറ്റ് മോശയോട് ചേർന്നവരാണ്. പുതിയ നിയമ ഇസ്രായേലാകുന്ന ഞാനും നിങ്ങളും വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനനം പ്രാപിച്ച് കഴുകപ്പെട്ട് യേശുക്രിസ്തുവിനോട് പരിശുദ്ധാത്മാവ് മുഖാന്തിരം ചേർക്കപ്പെട്ടവരാണ്. അത് സംബന്ധിച്ച് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നത് ക്രിസ്തീയ സ്നാനത്തിന്റെ, ക്രിസ്തീയ വിശുദ്ധ മാമോദീസായുടെ മുൻകുറിയായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ തിരുവചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും മാമോദീസയേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു.
അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, അവർ ചെങ്കടൽ കടന്നത് ക്രിസ്തീയ മാമോദീസായുടെ മുൻകുറിയായിരുന്നു എന്ന് വേദശാസ്ത്ര പണ്ഡിതരിൽ അഗ്രഗണ്യനായ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ കുറിച്ചു വെച്ച വരികളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ ചെങ്കടൽ കടന്നത് ക്രിസ്തീയ സ്നാനത്തിന്റെ മുൻകുറിയായിരുന്നു എന്ന് പറയുമ്പോൾ ചെങ്കടൽ കടന്ന് കനാനിലെത്താൻ, കനാനിൽ കടക്കാൻ അവർ യോഗ്യത നേടുകയായിരുന്നു. വിശുദ്ധ കഴുകപ്പെടലിലൂടെ, വിശുദ്ധ മാമോദീസായിലൂടെ കനാനിൽ കടക്കാൻ അവർ യോഗ്യത നേടുകയായിരുന്നു. വിശുദ്ധ മാമോദീസായിലൂടെ കഴുകപ്പെട്ടത് മുഖാന്തിരം സ്വർഗ കനാനിൽ കടക്കാൻ നമ്മളും യോഗ്യത നേടിയിരിക്കുന്നു. ഹല്ലേലൂയ. അവരും നമ്മളും തമ്മിൽ താരതമ്യത്തിൽ ഒരുപാട് സാമ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അന്ന് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നത് ക്രിസ്തീയ മാമോദീസായുടെ മുൻകുറിയായിരുന്നുവെങ്കിൽ അതിനകത്ത് ശിശുക്കൾ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുകയാണ്. ഇപ്പോഴും ചിലർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, സഭാമക്കളെ തെറ്റിക്കുന്നത്, ക്രിസ്തീയ മാമോദീസായിൽ ശിശുക്കൾക്കത് കൊടുക്കാൻ പ്രമാണമില്ല എന്നുള്ളതാണ്. പ്രായപൂർത്തിയായ ഒരാൾ വിശ്വാസം ബുദ്ധി കൊണ്ട് ബോധ്യപ്പെട്ട് ഏറ്റുപറഞ്ഞ് മാമോദീസ സ്വീകരിച്ചാലേ അത് മാമോദീസയാകുകയുള്ളൂ, അങ്ങനെ വന്നാലേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് ചിലർ പഠിപ്പിക്കുകയും സഭാമക്കളെ തെറ്റിക്കുകയും ചെയ്യുന്നു. നമ്മൾ ശൈശവ മാമോദീസ എന്ന മനോഹരമായ ഒരു പ്രമാണം ആരംഭകാലം മുതൽ അനുഷ്ഠിച്ചു വരുന്നവരാണ്. ഈ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നത് ക്രിസ്തീയ മാമോദീസായുടെ മുൻകുറിയായിരുന്നുവെങ്കിൽ ആ കൂട്ടത്തിൽ ശിശുക്കൾ ഉണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോരും മുമ്പ് പ്രവാചകനായ ദീർഘദർശിയായ മോശയ്ക്കറിയാമായിരുന്നു യാത്രാമധ്യേ ചെങ്കടൽ കടക്കണം, അത് സ്നാനമാണ്, അത് മാമോദീസയാണ്, അത് കഴുകപ്പെടലാണ്, അതിന് ശിശുക്കൾക്ക് അർഹതയില്ല. അതുകൊണ്ട് മോശ മിസ്രയീമിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു: പ്രിയ ജനമേ, നമ്മുടെ മക്കളെ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. 20 വയസ്സും അതിനു മുകളിൽ പ്രായമുള്ളവരും മാത്രമേ യാത്രയിൽ അണിചേരാൻ പാടുള്ളൂ. മക്കളെ മിസ്രയീമിൽ ഉപേക്ഷിക്കുക, അവരെ കൊണ്ടുപോയാൽ അത് പ്രമാണലംഘനമാകുമെന്ന് പറഞ്ഞ് ഇസ്രായേലിലെ കുഞ്ഞുങ്ങളെ മുഴുവൻ അവർ മിസ്രയീമിൽ ഉപേക്ഷിച്ചിട്ടാണ് യാത്രയാരംഭിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നും മിണ്ട ഇല്ലല്ലോ. അപ്പോൾ അവർ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുവന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. കൊണ്ടുവന്നു എന്ന് തന്നെ നിലയ്ക്കുക. ചെങ്കടൽ തീരത്തെത്തി, ചെങ്കടൽ പിളർന്നു, അക്കരെ കടക്കാൻ കൽപ്പനയായി. അപ്പോഴാണ് ദൈവം മോശയോട് പറയുന്നത്, ഇവർ പറയുന്നതനുസരിച്ച് അങ്ങനെ വരണമല്ലോ, കുഞ്ഞുങ്ങളെ ഇതിനുള്ളിലൂടെ കടത്താൻ പറ്റില്ല, അവർക്ക് മാമോദീസ കൊടുക്കുന്നത് പ്രമാണത്തിലില്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കടൽ തീരത്ത് ഉപേക്ഷിക്കണം. അങ്ങനെ ചെങ്കടൽ തീരത്ത് ഇസ്രായേൽ മക്കൾ അവരുടെ മക്കളെ ഉപേക്ഷിച്ചിട്ട് മുതിർന്നവർ മാത്രമാണ് കടൽ കടന്നത് എന്ന് അച്ഛൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? പറ. ഇല്ല. പിന്നെ എന്തായിരിക്കും സംഭവിച്ചത്? ഞാൻ എൻ്റെ ഭാവനയിലെ രംഗം ഇങ്ങനെ കാണുകയാണ്. മോശയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്, കുഞ്ഞുങ്ങളെ ഇതിനുള്ളിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, പ്രമാണലംഘനമാകും. അപ്പോൾ മോശ കുറച്ചു നേരം ആലോചിച്ചു, എന്നിട്ടൊരു സൂത്രവിദ്യ കണ്ടുപിടിച്ചു. ഇസ്രയേലിൽ കൂറ്റന്മാരായ അഭ്യാസികളായ ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരിലൊരു 100 പേരെ കടലിനുള്ളിലൂടെ ഓടി അക്കരെ കടന്നു നിൽക്കാൻ നിർബന്ധിച്ചു. ഇക്കരെയും ഒരു 100 മലന്മാരെ നിർത്തി കുഞ്ഞുങ്ങളെ മുഴുവൻ കാലിൽ തൂക്കിയെടുത്ത് അല്ലെങ്കിൽ കയ്യിൽ തൂക്കിയെടുത്ത് കടൽ വെള്ളത്തിന് മുകളിലൂടെ എറിഞ്ഞു കൊടുത്തിട്ട് അക്കരെ നിന്നവർ അവരെ പിടിച്ച് താഴെ നിർത്തി വെള്ളം തൊടാതെയാണ് കുഞ്ഞുങ്ങൾ അക്കരെ കടന്നതെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിലെ കുഞ്ഞുങ്ങളെല്ലാം ചെങ്കടലിനുള്ളിലൂടെ കടന്ന് വെള്ളത്തിനുള്ളിലൂടെ നടന്ന് മാമോദീസയേറ്റ് അക്കരെ കടന്ന് കനാനിൽ കടക്കാൻ പ്രാപ്തി നേടിയവരാണ്. ഹല്ലേലൂയ. ശൈശവ മാമോദീസ അന്നും ശരിയാണ്, ഇന്നും ശരിയാണ്, എന്നും ശരിയാണ് എന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടെയുണ്ട്. ചെങ്കടൽ കടന്നതുകൊണ്ട് അല്ലെങ്കിൽ മാമോദീസ ഏറ്റതുകൊണ്ട് ഒരാൾ കനാലിൽ കടക്കാൻ യോഗ്യത നേടി എന്നുള്ളത് സത്യമാണ്. പക്ഷേ പിന്നീടുള്ള യാത്രയിൽ കയ്യിലിരിപ്പ് നല്ലതല്ലെങ്കിൽ, സ്വഭാവം നല്ലതല്ലെങ്കിൽ കനാനിൽ കടക്കാൻ സാധിക്കയില്ല എന്ന് മനസ്സിലാക്കുക.
ചെങ്കടൽ കടന്നപ്പോൾ 20 വയസ്സിൽ താഴെ പ്രായമുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ മാത്രമാണ് യോശുവയും കാലേബും ഒഴികെ കനാനിൽ കാലുകുത്തിയുള്ളൂ എന്ന് വേദപുസ്തകം നല്ലവണ്ണം പഠിച്ചാൽ മനസ്സിലാകും പ്രിയപ്പെട്ടവര്. അപ്പോൾ ശൈശവ മാമോദീസ സ്വീകരിച്ചവരാണ് പഴയ നിയമ ഇസ്രായേലിൽ കനാനിൽ കടന്നവർ. ഹല്ലേലൂയ. അതുകൊണ്ട് മാമോദീസ ഏറ്റു എന്നുള്ളത് ഒരു യോഗ്യതയല്ല, യോഗ്യതയ്ക്കൊത്തവണ്ണം ജീവിക്കുവാൻ കരുതിക്കൊള്ളണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഇവിടെ പൗലോസ്ലീഹ എഴുതുന്നത് അവർ വെള്ളത്തിനുള്ളിലൂടെ സമുദ്രത്തിനുള്ളിലൂടെ കടന്ന് വെള്ളത്തിലും മേഘത്തിൻ കീഴിലൂടെ നടന്ന് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ഇസ്രായേൽ മക്കളെ അനുധാവനം ചെയ്ത ദൈവതേജസ്സിന്റെ അടയാളമായ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ ഷെഖനായുടെ കീഴിൽ നടന്നുകൊണ്ടാണ് അവർ കനാൻ വരെ പോയത്. അവർ സമുദ്രത്തൂടെ കടന്ന് വെള്ളത്തിലും മേഘത്തിൻ കീഴിൽ നടന്ന് പരിശുദ്ധാത്മാവിലും മാമോദീസയേറ്റ് മോശയോട് ചേർന്നു. ഹല്ലേലൂയ. നമ്മളോ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും കഴുകപ്പെട്ട് യേശുക്രിസ്തുവിന് സഹോദരങ്ങളായി ചേർക്കപ്പെട്ടവരാണ്. സ്തോത്രം. അവർ നടന്നത് ഭൗതിക കനാനിലേക്കാണ്, നമ്മൾ നടക്കുന്നത് സ്വർഗ കനാനിലേക്കാണ്. അവർ നടന്നത് ഈ ലോകത്തിന്റെ മരുഭൂമിയിലൂടെയാണ്, നമ്മൾ നടക്കുന്നത് മരുഭൂമി സമാനമായ പരീക്ഷകളുള്ള ഈ ലോകത്തൂടെയാണ് പ്രിയപ്പെട്ടവര്. അവരുടെ യാത്രയിൽ അവർക്ക് ആഹാരം തീർന്നു പോയ സമയത്ത് സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് ദൈവം മന്ന വർഷിപ്പിച്ച് അവർക്ക് ആഹാരമായി പകുത്തു കൊടുത്തു. ഈ പഴയ നിയമത്തിലെ മന്ന പുതിയ നിയമത്തിലെ പരിശുദ്ധ കുർബാനയുടെ സൂചനയായിരുന്നു പ്രിയപ്പെട്ടവര്. അത് യേശുക്രിസ്തു ആണെന്ന് യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. നിങ്ങളുടെ പിതാക്കന്മാർക്ക് മന്ന കൊടുത്തത് മോശയല്ല, സ്വർഗത്തിൽ നിന്നുള്ള എന്റെ പിതാവത്രേ അവർക്ക് മന്ന കൊടുത്തത്. സ്വർഗത്തിൽ നിന്നുള്ള പിതാവത്രേ സാക്ഷാൽ ജീവന്റെ അപ്പം നിങ്ങൾക്ക് തരുന്നത്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുമശിഹ പഠിപ്പിക്കുന്നു. ഇസ്രായേൽ മക്കൾ തിന്ന മന്ന നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയാണ് പ്രിയപ്പെട്ടവരെ. മരുഭൂമിയുടെ ഒത്ത നടുവിൽ ചുട്ടുപൊള്ളുന്ന ആളിക്കത്തുന്ന തീക്കൽപ്പാറയുടെ മാറുപിളർന്ന് ദാഹജലമില്ലാതെ വലഞ്ഞ ജനത്തിന് ഈ പാറ പിളർന്നൊഴുക്കിയ ജീവനുള്ള വെള്ളം കുടിക്കാൻ കൊടുത്തത് പുതിയ നിയമത്തിലെ കാസായിലെ പാനം ചെയ്യലിന്റെ സൂചനയായിരുന്നു പ്രിയപ്പെട്ടവരെ. കാൽവരി ക്രൂസിൽ പിളർക്കപ്പെട്ട ശാശ്വത പാറയായ യേശുമശിഹായുടെ ചങ്ക് പിളർന്നൊഴുകിയ ചോരയും നീരും കാസായിൽ കലർത്തി താൻ തിരുവത്താഴ രാത്രിയിൽ ശിഷ്യന്മാർക്ക് സിംബോളിക്കായി പകർന്നു കൊടുത്ത ആ കാസായെ ഇവിടെ സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ രക്തമാണ് ഞാനും നിങ്ങളും കുടിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഇന്ന് നമ്മൾ തുല്യരാണ്. ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അവർക്ക് തുല്യരായി നമ്മൾ സഞ്ചാരം തുടരുകയാണ്. അവർ നടന്നത് ലൗകിക കനാനിലേക്കെങ്കിൽ നമ്മൾ നടക്കുന്നത് സ്വർഗീയ കനാനിലേക്കാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ യാത്ര ഒട്ടും സുഖകരമല്ല. മരുഭൂപ്രയാണം നമ്മുടെ വിശ്വാസ ജീവിതയാത്ര അഥവാ സിയോൻ യാത്രയെ കുറിക്കുന്നു. ഈ യാത്രയിൽ കൈപ്പേറിയ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ ആഹാരമില്ലാത്ത സാഹചര്യം വന്നേക്കാം, വെള്ളമില്ലാത്ത സാഹചര്യം വന്നേക്കാം, പ്രതികൂല കാലാവസ്ഥ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്ന് നമ്മളെ വല്ലാതെ വലച്ചേക്കാം. ക്രിസ്തീയ ജീവിതം ഒരു ഭൂമെത്തയല്ല എന്ന് എത്രയോ വട്ടം അച്ഛൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ക്രിസ്തീയ ജീവിതം ഭൂമെത്തയാണ് എന്നുള്ളതാണ്. പൂക്കൾ വിരിച്ച മെത്തയിലുള്ള സുഖകരമായ ഉറക്കമാണ് ക്രിസ്തീയ ജീവിതമെന്ന് നനച്ചവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തിരുത്ത്. ക്രിസ്തീയ ജീവിതം ഭൂമെത്തയല്ല, ശരശയ്യയാണ് മക്കളെ, ശരശയ്യയാണ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം സുഖലോലുപതയുടെ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം മുൾക്കിരീടധാരണത്തിന്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം കുരിശു ചുമക്കലിന്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം കുരിശിൽ തറയ്ക്കപ്പെടലിന്റെ ജീവിതമാണ്. എന്ന് വച്ചാൽ മുൾക്കിരീടം ധരിക്കാൻ മനസ്സില്ലാത്തവർക്ക് ക്രിസ്ത്യാനിയായിരിക്കാൻ അർഹതയില്ല. കുരിശു ചുമക്കാൻ മനസ്സില്ലാത്തവർക്ക് ക്രിസ്ത്യാനിയായിരിക്കാൻ അർഹതയില്ല. കുരിശിൽ തറയ്ക്കപ്പെടാൻ മനസ്സില്ലാത്തവർക്ക് ക്രിസ്ത്യാനിയായിരിക്കാൻ അർഹതയില്ല. അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ കുറിച്ചു വെച്ചത് ഇങ്ങനെയാണ്: കഷ്ടമനുഭവിപ്പാൻ നാം
നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. വ്യക്തതയോടെ പറഞ്ഞു വെച്ചൊരു വചനമാണ്. തെസലോനിക്കരെ, കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. കഷ്ടമനുഭവിപ്പാൻ ക്രിസ്ത്യാനിയായി വിശുദ്ധ മാമോദീസായിലൂടെ മുദ്ര ചാർത്തപ്പെട്ട അന്നു മുതൽ യേശുക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിപ്പാൻ എന്നെയും നിങ്ങളെയും മുദ്രയിട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മെ നിയമിച്ചിരിക്കുകയാണ്. നിയമന ഉത്തരവ് മാമോദീസ നാളിൽ എനിക്കും നിങ്ങൾക്കും കൈമാറ്റം ചെയ്തതാണ്. അത് കയ്യിൽ കിട്ടിയിട്ട് കിട്ടിയില്ലെന്ന് പറയരുത്. കഷ്ടത വേണ്ടെന്ന് പറയരുത്. കഷ്ടത വേണ്ടെന്ന് പ്രാർത്ഥിക്കരുത്. കഷ്ടത ഒരു ക്രിസ്ത്യാനിയുടെ അവകാശമാണ്. അത് അനുഭവിപ്പാൻ അവരെ നിയമിച്ചിരിക്കുകയാണ്. വീണ്ടും തിമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു: ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. തർക്കം വേണ്ട, ഉപദ്രവമുണ്ടാകും. അപ്പോൾ ഒരു നല്ല ക്രിസ്ത്യാനിയായി, ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി, ഒരു സാക്ഷ്യമുള്ള ക്രിസ്ത്യാനിയായി ലോകത്ത് ജീവിക്കുവാൻ തീരുമാനമുള്ളവർക്കൊക്കെ ഈ ക്രിസ്തീയ ജീവിതം, ഈ ലോകത്തെ ജീവിതം പൂർത്തിയാകുന്നതുവരെ കഷ്ടമുണ്ട്, ക്ലേശമുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്, പ്രയാസമുണ്ട്. തർക്കം വേണ്ട, സത്യമാണ്. ആമേൻ. കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മുടെ അവകാശമാണെന്ന് എണ്ണണം. കഷ്ടത സഹിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കുരിശിലെ പീഡാസഹനങ്ങളിൽ ഞാനും പങ്കുചേരുകയാണ് എന്ന് മനസ്സിൽ പറഞ്ഞ് ആശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവർത്തിക്കട്ടെ കുഞ്ഞുങ്ങളെ, കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മുടെ അവകാശമാണെന്ന് എണ്ണണം. കഷ്ടത സഹിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലെ കഷ്ടാനുഭവങ്ങളിൽ ഞാനും പങ്കുചേരുകയാണെന്നോർത്ത് ആശ്വസിക്കണം. കഷ്ടതകളുടെ മധ്യത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കണം. കഷ്ടതകളുടെ മധ്യത്തിൽ പിറുപിറുക്കരുത്. കഷ്ടതയുടെ മധ്യത്തിൽ പിന്മാറരുത്. കഷ്ടതയുടെ മധ്യത്തിൽ നിരാശപ്പെടരുത്. കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തെ നിഷേധിക്കരുത്. കഷ്ടതയുടെ മധ്യത്തിൽ ജീവിതത്തിൽ നാശത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് ചിന്തിക്കരുത്. കഷ്ടതയുടെ മധ്യത്തിൽ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ ചെയ്ത ചരിത്രം വേദപുസ്തകത്തിൽ ഉണ്ടല്ലോ. അപ്പോസ്തലനായ പൗലോസും കൂട്ടുവേലക്കാരൻ ശീലാസും കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരായി, ആമത്തിൽ പൂട്ടപ്പെട്ടവരായി, കാരാഗ്രഹത്തിന്റെ അടിത്തട്ടിൽ ആഴത്തിൽ കിടക്കുകയാണ്. അർദ്ധരാത്രിയോടടുത്ത സമയമാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ പ്രയാസത്തിൽ കിടക്കുകയാണ്. അതിനിടയിൽ ശീലാസ് കരയാനാരംഭിച്ചു. അവൻ ഇടയ്ക്കിടെ വല്ലാതെ ദീർഘനിശ്വാസം വിട്ട് കരയുന്ന രംഗം എൻ്റെ ഭാവനയാണ് കേട്ടോ. പെട്ടെന്ന് പൗലോസ് ചോദിച്ചു, ശീലാസ്, നീ കരയുകയാണോ? ശീലാസ് പറഞ്ഞു, പൗലോസേ, നമ്മൾ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിന്റെ വേല ചെയ്തു, ദൈവത്തിന് വേണ്ടി സഭ പണിതു, ഒരുപാട് അധ്വാനിച്ചു. എന്നിട്ടിപ്പോ നേരം വണ്ണം ശ്വാസം വിടാൻ പോലും കഴിയാതെ മുതുകത്ത് വലിയ തടിയും കയറ്റി വെച്ച് ആമത്തിൽ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഞാൻ കരയുകയല്ലാതെ വേറെന്ത് ചെയ്യാനാണ്? ഈ ദൈവം എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നത്? വളരെ പെട്ടെന്നാണ് പൗലോസ്ലീഹയുടെ ഭാവം മാറിയത്. ഇരുട്ടിനെ കീറിമുറിച്ച് അദ്ദേഹത്തിന് ശബ്ദം ഉയർന്നു, ശീലാസ്, നീ ദൈവദൂഷണമാണ് പറഞ്ഞത്. ദൈവത്തെ ദുഷിക്കരുത്, ദൈവത്തിനെതിരെ ഞരങ്ങുക പോലും ചെയ്യരുത്. നീ കർത്താവിനോട് മാപ്പ് പറയണം. അപ്പോൾ ശീലാസ് ചോദിച്ചു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നീ ദൈവത്തെ ദുഷിച്ചിരിക്കുന്നു. ഈ കഷ്ടത ക്രൂശിലെ കർത്താവിന്റെ പീഡാസഹനങ്ങളോട് നമുക്ക് താതാത്മ്യപ്പെടാൻ കർത്താവ് അനുവദിച്ച അവസരമാണെന്ന് എന്തേ നീ കണ്ടില്ല? ശീലാസ് പറഞ്ഞു, മാപ്പ് എന്നോടല്ല, കർത്താവിനോട് മാപ്പ് പറയണം. എന്നിട്ട് ശീലാസ് ചോദിച്ചു, എങ്കിൽ പൗലോസേ, നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ശീലാസേ നമ്മുടെ ജോലി? നമ്മുടെ ജോലി സുവിശേഷ വേലയാണ്. എങ്കിൽ ഇവിടെയും അത് തന്നെ ചെയ്യണം. കാരാഗ്രഹത്തിന്റെ അടിത്തട്ടിൽ അവരൊരു സുവിശേഷ യോഗം തന്നെ നടത്തുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അവർ പാടാനും പ്രാർത്ഥിക്കാനും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാനും തുടങ്ങി. പെട്ടെന്നാണത് സംഭവിച്ചത്. ദൈവത്തെ ആരാധിക്കുന്ന ശബ്ദം അത് എവിടെ നിന്നാണ് കേൾക്കുന്നതെങ്കിലും അവിടേക്ക് ഇറങ്ങി വരുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ.
യെരിഹോ വൻമതിലിന്റെ ചുവട്ടിൽ നിന്ന് ഇസ്രയേൽ മക്കളുടെ ആരാധന സ്വർഗത്തിലെത്തിയപ്പോ യെരിഹോ വൻമതിലിൽ കാല് ചവിട്ടി നിന്ന് അതിനെ ഭസ്മം പോലെ പൊടിച്ചു കളഞ്ഞ ഒരു ദൈവമുണ്ട്. ദൈവമക്കളെ ആളിക്കത്തുന്ന തീച്ചൂളയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ശബ്ദം സ്വർഗത്തിലെത്തിയപ്പോ 3 എബ്രായ ബാലന്മാരുടെ വീണ്ടെടുപ്പിനായി 4-മനായി തീച്ചൂളയിലിറങ്ങി ആരാധകരെ ചേർത്ത് പിടിച്ച ഒരു ദൈവമുണ്ട്. ദൈവമക്കളെ സിംഹഗുഹയിൽ കിടന്ന് ദാനിയേൽ പ്രവാചകൻ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചപ്പോൾ ആകാശം കീറി സിംഹക്കൂട്ടിൽ ഇറങ്ങി വന്ന് തന്റെ ഭക്തനെ സിംഹങ്ങളുടെ വായടച്ച് പൊതിഞ്ഞു സൂക്ഷിച്ച ഒരു ദൈവമുണ്ട്. കാരാഗ്രഹത്തിന്റെ അടിത്തട്ടിൽ പൗലോസും ശീലാസും ആ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചപ്പോ ആകാശം കീറി അഗ്നിപ്രളയം പോലെ കാരാഗ്രഹത്തിന്റെ അടിത്തട്ടിൽ ഇടിത്തീ പോലെ ഇടിച്ചിറങ്ങി പാദം ചവിട്ടി തമ്പുരാൻ നിന്നപ്പോ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. ഈ രമ്പോടാമ്പലുകളെല്ലാം പറഞ്ഞു തെറിച്ചുപോയി. സകല തടവുപുള്ളികളും സ്വതന്ത്രരായി. ചങ്ങലക്കെട്ടുകളും ആമപ്പൂട്ടുകളും പൊട്ടി. കാരാഗ്രഹ പ്രമാണി നടുങ്ങി. ആ കാരാഗ്രഹ പ്രമാണി ഇങ്ങനെ മനോഗതം നടത്തി, ഇതിലൊരു തടവുപുള്ളി രക്ഷപ്പെട്ടാൽ നാളെ എന്റെ കഴുത്തിന് മുകളിൽ തല കാണില്ല, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. സ്വന്തം ഉടവാൾ ഉറയിൽ നിന്നൂരി നെഞ്ചിൽ കുത്തിയിറക്കാനായുമ്പോ പൗലോസും ശീലാസും ചാടി അവനെ തടുത്തു. നീ സ്വയം കൊല്ലരുത്, ആരും മരിച്ചിട്ടില്ല, ആരും പോയിട്ടില്ല, ആരും പോകുകയുമില്ല, നീ എന്തിനു സ്വയം കൊല്ലണം? ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്. ആ കാരാഗ്രഹ പ്രമാണി പൗലോസിന്റെയും ശീലാസിന്റെയും കാൽക്കൽ വീണ്, യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് വിറയലോട് ചോദിക്കുന്ന ചോദ്യവും ഉത്തരവും നമുക്കറിയാമല്ലോ. ദൈവമക്കളെ, കഷ്ടതകളുടെ മധ്യത്തിൽ നിരാശപ്പെടരുത്, പിന്മാറരുത്, ജീവിതം മടുത്തു പോകരുത്, മരിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിക്കരുത്. ഏതെങ്കിലുമൊക്കെ ജീവിത പ്രതിസന്ധികളിൽ, കഷ്ടതകളിൽ, രോഗപീഠകളിൽ, പ്രയാസങ്ങളിൽ, ഉറ്റവരും കൈവിട്ടതിൽ, സാമ്പത്തിക ഞെരുക്കത്തിൽ, ബിസിനസിന്റെ പരാജയത്തിൽ മനസ്സ് തകർന്ന് ഇടിഞ്ഞ് ആരെങ്കിലും ഇന്ന് രാത്രി ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൈവവചനം ശ്രവിക്കുന്നുവെങ്കിൽ ദൈവ പൈതലെ, നീ നിരാശപ്പെടല്ലേ, നീ പാടി സ്തുതിക്കുക, അത്ഭുതം നീ കാണും. ഈ ദൈവം അങ്ങനെ ചെയ്യുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ പതറാതെ അവസാനം വരെ ദൈവം ഇടപെട്ട് തന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നത് വരെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഇയ്യോബിന്റെ ജീവചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. കഷ്ടതകളെ ആഘോഷമാക്കി മാറ്റിയ ഒരു പരമഭക്തനാണ് സാധു കൊച്ചുകുഞ്ഞുപദേശി എന്ന് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിതുമ്പിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ആരോരും സഹായിക്കാനില്ല, ഭാര്യ പിണങ്ങിപ്പോയി. അമ്മാവിയപ്പൻ കുറെ വഴക്കുണ്ടാക്കി ഭാര്യയെയും മക്കളെയും വിളിച്ചു കൊണ്ടുപോയി. ഉപദേശി തനിച്ചായി വീട്ടിൽ. ആഹാരത്തിന് നിവൃത്തിയില്ല, ആരും സഹായിക്കാനില്ല, തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ആ സമയത്ത് ശരീരം മുഴുവൻ വ്രണങ്ങൾ ബാധിച്ചു. ശിരസ് മുതൽ പാദം വരെ ഇയ്യോബിന് ബാധിച്ചതുപോലെ വല്ലാതെ ചൊറിച്ചിലും വേദനയും വന്ന് ഭവിച്ചിട്ട് വ്രണങ്ങളായി സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ വീടിന്റെ വരാന്തയിൽ വഴിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. ആരെങ്കിലും വരും, പരിചയമുള്ളവരെ കണ്ടാൽ വിളിക്കാം, അവരടുത്തു വരും, വരുമ്പോൾ സഹായം ചോദിക്കാം. ഇതാണ് ഉപദേശിയുടെ മനക്കോട്ട. അപ്പോഴാണ് തന്റെ തറവാട്ടിൽ പിറന്ന ഒരു സഹോദരൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടത്. അവൻ അടുത്തേക്ക് വരട്ടെ, അവൻ ഇങ്ങോട്ട് നോക്കും, നിശ്ചയമായിട്ടും നോക്കും. നോക്കുമ്പോൾ അവനെ വിളിക്കാം, വിളിച്ചിട്ട് അവനോട് കാര്യം പറയാം. അവൻ ഇപ്പോൾ എന്നെ വൈദ്യന്റെ അടുക്കൽ കൊണ്ടുപോകുമെന്ന് ഉപദേശി മനക്കോട്ട കെട്ടിയിരിക്കുമ്പോൾ ദൂരെ നിന്ന് ഉപദേശിയെ കണ്ട ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് നോക്കിയാൽ അതൊരു കുരിശാകുമെന്ന് മനോഗതം നടത്തിയിട്ട് ഉപദേശിയിരിക്കുന്ന വശത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ എതിർവശത്തേക്ക് നോക്കി കായ്ക്കാത്ത പ്ലാവിലെ ചക്കയെണ്ണി നടന്നു പോകുന്നത് കണ്ടപ്പോ ഉപദേശിയുടെ ഇടനെഞ്ച് പൊട്ടി. ഒരു നിമിഷം മനസ്സ് പൊട്ടി. ഉപദേശി പാടിയ വരികൾ നമുക്കൊക്കെ മനഃപ്പാഠമാണല്ലോ പ്രിയപ്പെട്ടവരെ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ആരും സഹായമില്ല, എല്ലാവരും ഈ ഭൂമിയിൽ കണ്ടിട്ട് കാണാതെ പോകുന്നവരാണ്. എന്നാൽ എനിക്കൊരു സഹായകനുണ്ട്.
എന്നും എൻ്റെ കൂടെ ഇരിക്കുന്നവൻ, എൻ്റെ സങ്കടം അറിയുന്നവൻ, എൻ്റെ നെഞ്ചിലെ നൊമ്പരങ്ങൾ അറിയുന്നവൻ, എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ, എന്നെ മാറോട് ചേർക്കുന്നവൻ, എന്നെ ആശ്ലേഷിക്കുന്നവൻ, എന്നെ നെറുകയിൽ ചുംബിക്കുന്നവൻ ഒരു ദൈവമുണ്ട് എനിക്ക്. അതുകൊണ്ട് കഷ്ടതയുടെ നാളുകളിൽ വാത്സല്യ ദൈവമക്കളെ നിരാശപ്പെടല്ലേ, പാടി ആരാധിക്കുക. ദൈവം ഇടപെടാതിരിക്കുകയില്ല. ഉപദേശിയുടെ ജീവിതത്തിൽ മറ്റൊരു സംഭവം കൂടെ ഞാനിവിടെ ചേർത്ത് വയ്ക്കട്ടെ. ഉപദേശിക്ക് ഒരു പ്രാണസ്നേഹിതനുണ്ടായിരുന്നു. അത് ചാർച്ചക്കാരനാണ്. അദ്ദേഹമാണ് എല്ലാവരും വെറുത്തപ്പോൾ, എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ, എല്ലാവരും ആക്ഷേപിച്ചപ്പോൾ കൂടെ നിന്നത്, കൂട്ടായ്മ കാണിച്ചത്. അദ്ദേഹത്തിന് 10 മക്കളായിരുന്നു. ഈ 10 മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഈ ചാർച്ചക്കാരനായ സഹോദരൻ ഒരു ദിവസം ഹൈ റേഞ്ചിലേക്ക് അദ്ദേഹം ഒരു യാത്ര പോയി. വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്ത് ചെന്ന് 10-15 ഏക്കർ സ്ഥലം വെട്ടിപ്പിടിച്ച് അവിടെ മുഴുവൻ കൃഷി ഇറക്കി, കപ്പയും കാച്ചിലും ചേമ്പും ചേനയും ഒക്കെ നട്ട് അത് വിളവെടുക്കുന്ന കാലമായപ്പോൾ തോട്ടം പരിരക്ഷിക്കാൻ 1-2 പേരെ ഏൽപ്പിച്ചിട്ട് നാട്ടിലേക്ക് വന്നു. ഈ 10 മക്കളെയും കൂട്ടി ഭാര്യയെയും ചേർത്ത് 2 കാളവണ്ടിയിൽ ഉള്ള സാധനങ്ങളെല്ലാം വാരിക്കെട്ടി പോകാനൊരുങ്ങുകയാണ്. പെട്ടെന്ന് അദ്ദേഹം ഓർത്തു, ഞാൻ കുഞ്ഞുഞ്ഞിനോട്, കുഞ്ഞുഞ്ഞെന്നാ വിളിക്കുന്നത് കൊച്ചു കുഞ്ഞുപദേശിയെ, യാത്ര പറഞ്ഞില്ലല്ലോ. നേരെ പോയി അവിടെ ചെന്ന് പറഞ്ഞു, കുഞ്ഞുഞ്ഞെ എനിക്ക് പോകണം, നീ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ യാത്രയാക്കണം. വേദപുസ്തകവും എടുത്ത് കൂടെ പോയ ഉപദേശി അവിടെ വെച്ച് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് ഈ ഹൈ റേഞ്ചിലേക്ക് യാത്രയാക്കി. കാളവണ്ടികൾ ദൂരേക്ക് പോയി വഴി ശൂന്യമായി നിന്നപ്പോ ഈ ഉപദേശിയുടെ ഇടനെഞ്ച് വീണ്ടും തകരുകയാണ്. ദൈവമക്കളെ, ആ ഉപദേശി അറിയാതെ ദൈവത്തോട് പറഞ്ഞു, എനിക്കാരുമില്ലാതെയായല്ലോ ദൈവമേ. ഇത് പറഞ്ഞു തീർന്ന നിമിഷം ഇടനെഞ്ചിൽ ഒരു ഇടിമിന്നലുണ്ടായി. ഞാൻ അരുതാത്ത വാക്കല്ലോ പറഞ്ഞത്. അതിന് പ്രായശ്ചിത്തമായി ഉപദേശി പാടിയ വരികളാണിത്. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിലാധി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ? എല്ലാവരാലും വെറുക്കപ്പെട്ട അവസ്ഥയിലാണോ? സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണോ? ഈ സമയത്താണ് പാട്ടുപാടേണ്ടത്. ഈ സമയത്താണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഈ സമയത്താണ് കൂടുതൽ ആരാധിക്കേണ്ടത്. മാറായുടെ അനുഭവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ അനിവാര്യതയാണ്. ഹല്ലേലൂയ. ഉപദേശിക്ക് വീണ്ടും അതിനേക്കാൾ വലിയൊരു അനർത്ഥമുണ്ടായല്ലോ. ഉപദേശിയുടെ മക്കളിൽ ഉപദേശി ഏറ്റവും പ്രിയപ്പെട്ട ശമൂവേൽ കുട്ടി എന്ന മകൻ ആകസ്മികമായി മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് ചങ്കുപൊട്ടിപ്പോയി ഉപദേശിക്ക് സംയമനം പാലിച്ച് മകനെ യാത്രയാക്കി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീടിന്റെ വരാന്തയിൽ ആലോചനാ നിമഗ്നനായിരിക്കുമ്പോൾ ശമൂവേൽ കുട്ടിയുടെ അതേ പ്രായമുള്ള കുട്ടി, അയൽപക്കത്തെ വീട്ടിലെ മകൻ, വീടിന്റെ മുറ്റത്ത് വന്ന് ഈ ഒരു തൂമ്പായെടുത്തുകൊണ്ട് പറമ്പിലേക്ക് ഇറങ്ങി എന്തോ കിളയ്ക്കുകയും മാന്തുകയും ചെയ്തപ്പോൾ ഉപദേശിയുടെ ചങ്ക് പിടഞ്ഞു. എൻ്റെ കർത്താവേ, ഈ മകന്റെ പ്രായമായിരുന്നല്ലോ എൻ്റെ മകനും, അവൻ ഇന്ന് എന്നോട് കൂടെ ഇല്ലല്ലോ. സങ്കടമാണല്ലോ തമ്പുരാനെ, എനിക്കിത് മഹാകഷ്ടം. എന്നിട്ട് ഉപദേശി വീണ്ടും ദൈവത്തോട് പറയുകയാണ്, ഈ കഷ്ടതയും നീ തന്ന അനുഗ്രഹമായി ഞാൻ കാണുന്നു. അപ്പോൾ ഉരുത്തിരിഞ്ഞ പാട്ടിന്റെ വരികളാണ്: കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട്
കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടവും നഷ്ടവും ജീവിതത്തിൽ ഏറി വരുമ്പോൾ ഞാൻ ഭാഗ്യവാനായി തീരുകയാണ്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ കഷ്ടമേറ്റ കർത്താവിനോട് അപ്പോൾ ഞാൻ കൂട്ടാളിയായി പങ്കാളിയായി തീരുകയാണ്. ഇതായിരിക്കട്ടെ ക്രിസ്തീയ ജീവിതത്തിലെ നമ്മുടെ ബോധ്യമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വേദഭാഗം നമ്മൾക്ക് തരുന്ന ഒന്നാമത്തെ ചിന്ത ഇവിടെ പറഞ്ഞവസാനിപ്പിക്കട്ടെ. ക്രിസ്തീയ ജീവിതം മാറായുടെ അനുഭവമാണ്, അത് സുഖലോലുപതയുടെ അനുഭവമല്ല. അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ പിറുപിറുക്കരുത്, ദൈവത്തെ സ്തുതിക്കുക, പാടുക, ആരാധിക്കുക. രണ്ടാമത്തെ ചിന്ത, ഈ വേദഭാഗം നമുക്ക് തരുന്ന രണ്ടാമത്തെ ചിന്ത, ചില ജീവിതങ്ങളിലെങ്കിലും കയ്പ് കലരുന്നത് സ്വന്ത പ്രവർത്തികളാലത്രേ. അത് നമുക്കൊരു താക്കീത് കൂടെയാണ്. ചില ജീവിതങ്ങളിലെങ്കിലും കയ്പ് കലരുന്നത് സ്വന്ത പ്രവർത്തികളാലത്രേ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലെ 16-ാമത്തെ തിരുവചനം, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതയാത്രയിൽ ഒരു മനുഷ്യനെ മുക്കിക്കൊല്ലുവാൻ കഴിയുന്ന ശക്തമായ 3 ചുഴികളെക്കുറിച്ചാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തി വെച്ചത്. ജീവിതയാത്രയിൽ ഒരു മനുഷ്യനെ മുക്കിക്കൊല്ലുവാൻ കഴിയുന്ന ശക്തമായ 3 ചുഴികൾ. 1 ജഡമോഹം, 2 കൺമോഹം, 3 ജീവനത്തിൻ്റെ പ്രതാപം. വിശുദ്ധ മാമോദീസായാൽ പുതിയ സൃഷ്ടിയായവൻ പുതുക്കപ്പെട്ടുവെങ്കിലും നാം ജീവിക്കുന്ന ലോകം പുതുക്കപ്പെട്ടിട്ടില്ല. ലോകം ഇന്നും പഴയത് തന്നെയാണ്. പുതിയ കാഴ്ചപ്പാടുകളോടെ പഴയ ജീവിത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ പഠിക്കണം ദൈവമക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ കാഴ്ചപ്പാടുകളോടെ പഴയ ജീവിത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം ദൈവമക്കൾ. ഇല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടുമെന്നുള്ളത് തർക്കമറ്റ സത്യമാണ്. നമ്മൾ മാനസാന്തരപ്പെട്ടു. വീട്ടിലുള്ളവർ മാറിയിട്ടില്ല, അയൽപക്കങ്ങൾ മാറിയിട്ടില്ല, നമ്മുടെ ബന്ധങ്ങൾ മാറിയിട്ടില്ല, നമ്മുടെ ഓഫീസും നമ്മുടെ ജോലിയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മാറിയിട്ടില്ല, നമ്മുടെ നാട്ടിലുള്ള മദ്യശാലകളൊന്നും പൂട്ടിയിട്ടില്ല, സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടില്ല. സാഹചര്യം പഴയത് തന്നെയാണ്. മാനസാന്തരപ്പെട്ട ഒരാൾ മാനസാന്തരത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിന് ചില കഠിനമായ നിലപാടുകൾ ഉണ്ടായേ മതിയാകുകയുള്ളൂ. സാഹചര്യങ്ങൾ ഒരിക്കലും മാറുകയില്ല. അവയെ കൈകാര്യം ചെയ്യുവാൻ നമ്മൾ പഠിക്കുകയത്രേ വേണ്ടത്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ ഒരിക്കലും മാറുകയില്ല. അവയെ കൈകാര്യം ചെയ്യുവാൻ നമ്മൾ പഠിക്കുകയത്ര ചെയ്യേണ്ടത്. 36 വർഷം ഷാപ്പ് വിലയ്ക്ക് വാങ്ങി അവിടെ കിടന്നു കുടിച്ച ഒരു മനുഷ്യനെ എനിക്കറിയാം. ദൈവമക്കളെ, 36 വർഷം കൊണ്ട് 8 ഏക്കർ നിലം വിറ്റുകുടിച്ച മനുഷ്യനാണ്. ഭ്രാന്തമായി പല സാഹചര്യങ്ങളിലും സമനില തെറ്റിപ്പോയ മനുഷ്യനാണ്. 4 പ്രാവശ്യം ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് ഭ്രാന്തന്മാരെ പൂട്ടുന്നത് പോലെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് കയ്യാമം വെച്ച് സെല്ലിലടച്ച് ചികിത്സിച്ച മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ടൊന്നും ആ മനുഷ്യന് മാറ്റമോ മാനസാന്തരമോ ഉണ്ടായില്ല. അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു പീഠാനുഭവവാരം, ഒരു കഷ്ടാനുഭവ ആഴ്ചയിലെ ചൊവ്വാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് അദ്ദേഹം ഇടവകപ്പള്ളിയുടെ മുറ്റത്ത് കയറി ചെല്ലുകയാണ്. ഇടവകപ്പള്ളിയുടെ മുറ്റത്ത് കയറി ചെല്ലുമ്പോൾ ഒരു കച്ചത്തോർത്ത് മാത്രമേ ഉടുത്തിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, മേൽമുണ്ടില്ല, ഷർട്ടില്ല, പ്രിയപ്പെട്ടവരെ ബനിയൻ പോലും ഇട്ടിട്ടില്ല. ഒരു കച്ചത്തോർത്ത് മാത്രം അരയിൽ ചുറ്റി ഈ മനുഷ്യൻ പള്ളിമുറ്റത്ത് കയറി ചെല്ലുകയാണ്. തലമുടിയെല്ലാം പാറിപ്പറന്ന് ഭ്രാന്തനെ പോലെ കയറി വന്ന് ഈ മനുഷ്യനെ കണ്ടിട്ട് പള്ളിമുറ്റത്ത് നിന്ന് ആരോ ചോദിച്ചു, ആരാണ്, എന്താണ് വന്നത്? എനിക്ക് വികാരി അച്ഛനെ കാണണം. ആ മനുഷ്യൻ പോയി വികാരി അച്ഛനോട് പറഞ്ഞു, വികാരി അച്ഛ, അച്ഛനെ കാണാൻ ഒരാൾ പുറത്തു വന്ന് നിൽപ്പുണ്ട്, കണ്ടിട്ടൊരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു. അച്ഛൻ ചെന്നു, ആരാണ്, എന്താണ് എന്ന് ചോദിച്ചു. അച്ഛൻ ആ പള്ളിയിൽ ശുശ്രൂഷ ഏറ്റെടുത്തിട്ട് 2 വർഷം കഴിഞ്ഞെങ്കിലും ഈ മനുഷ്യനെ കണ്ടിട്ടേയില്ല. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ പള്ളിയിലെ ഇടവകക്കാരനാണ്.
ഞാൻ ഇപ്പോൾ വന്നത് ഒന്ന് കുമ്പസാരിക്കാൻ വേണ്ടിയാണ്. അച്ഛൻ നടുങ്ങിപ്പോയി. ചേട്ടാ, ഈ സാഹചര്യത്തിൽ, ഈ അവസ്ഥയിൽ ചേട്ടനെ എങ്ങനെയാണ് കുമ്പസാരിക്കുന്നത്? നിശ്ചയമായിട്ടും എനിക്ക് കുമ്പസാരിക്കണം അച്ഛാ. അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് പ്രിയപ്പെട്ടവരെ, പള്ളിയകത്തുണ്ടായിരുന്ന ചില ആളുകൾ കൂടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരിൽ ചിലർക്ക് മനസ്സിലായി ഈ ആളെ ഇന്നയാളാണ് എന്ന്. ആ പള്ളിയകത്ത് അച്ഛന്റെ ശുശ്രൂഷകനായിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ അപ്പന്റെ അനുജനാണ് ഈ നിൽക്കുന്ന മനുഷ്യൻ, ഭ്രാന്തനായി വന്ന് നിൽക്കുന്ന മനുഷ്യൻ. അദ്ദേഹം ഓടിച്ചൊന്ന് ചോദിച്ചു, കൊച്ചപ്പൻ എന്തേ പള്ളിയിലേക്ക് വന്നത്? എനിക്കൊന്ന് കുമ്പസാരിക്കണം, ഇപ്പോൾ തന്നെ കുമ്പസാരിക്കണം. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഈ മനുഷ്യനെ വിളിച്ചു കൊണ്ടുപോയി ഈ പള്ളിയുടെ ബാത്റൂമിന്റെ വാതിക്കൽ നിർത്തിയിട്ട് പറഞ്ഞു, അകത്ത് കയറി നന്നായിട്ടൊന്ന് തേച്ച് കുളിക്ക്, സോപ്പ് അതിനകത്തുണ്ട്, കുളി കഴിയുമ്പോഴേക്കും മാറാനുള്ള വസ്ത്രം ഞാൻ കൊണ്ടുത്തരാം. അവൻ ഓടി അവന്റെ വീട്ടിലേക്ക് 1 കിലോമീറ്റർ ദൂരമുണ്ട്. വീട്ടിൽ ചെന്ന് തന്റെ വസ്ത്രം ഒരു ജോഡി എടുത്തു കൊണ്ടുവന്ന് ഈ മനുഷ്യൻ കുളിച്ചിറങ്ങുമ്പോൾ മാറാൻ വസ്ത്രം കൊടുത്തു. ഒരു കാവ്യമുണ്ട്, ഒരു വെള്ളമുണ്ടും ഒരു കാവ്യ ജുബ്ബയുമാണ് ആ മനുഷ്യനെ ഇടാൻ കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഇനി പോയി കുമ്പസാരിച്ചു കൊള്ളുക. ഒരു പായ വിരിച്ച് പള്ളി നടയിൽ അച്ഛൻ ഇരുന്നു. ഈ മനുഷ്യൻ അവിടെ മുട്ടുകുത്തി 1.25 മണിക്കൂർ നേരം ആ മനുഷ്യൻ മുട്ടിൽ കിടന്ന് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ വിരിച്ചിരുന്ന പായും ആ തറയും മുഴുവനും കണ്ണുനീര് കൊണ്ട് കുതിർന്നു. ലോകത്താര് വിചാരിച്ചാലും മാനസാന്തരപ്പെടില്ല എന്ന് വിചാരിച്ച ഒരു മനുഷ്യന്റെ മാനസാന്തരമാണ് അവിടെ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ കുമ്പസാരം കേട്ടിട്ട് വാവിട്ട് നിലവിളിച്ച് അച്ഛന്റെ കറുത്തൂപ്പായം കണ്ണുനീരിൽ കുതിർന്നു. ഈ മനുഷ്യന്റെ മേൽ അദ്ദേഹം ഹോസോയ പ്രാർത്ഥന ചൊല്ലി പാപമോചനം പ്രഖ്യാപിച്ച് എഴുന്നേൽപ്പിച്ച് വിട്ടിട്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് പണമെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടൻ പോയി ബാർബർ ഷോപ്പിൽ നിന്ന് തലമുടി വെട്ടിച്ചിട്ട് വരിക. ആ മനുഷ്യൻ നേരെ പോയി തലമുടി വെട്ടിച്ച് മടങ്ങി വന്നു. ഈ മനുഷ്യനെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ല, എനിക്ക് നന്നായിട്ടറിയാം. ആ മനുഷ്യന് ഉടുതുണി കൊണ്ടു കൊടുത്ത ആ ചെറുപ്പക്കാരൻ ഞാനായിരുന്നു. എൻ്റെ അപ്പന്റെ അനുജനാണ്, എൻ്റെ തല തൊട്ടപ്പനാണ് ഈ കുമ്പസാരിച്ച ഭാഗ്യവാൻ. ദൈവമക്കളെ, നോമ്പ് വീടുന്നത് വരെ പള്ളിയിൽ തന്നെ വിട്ടുമാറാതെ യാമപ്രാർത്ഥനകൾ നടത്തി അവിടെ കഴിച്ചുകൂട്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ചു. നോമ്പ് വീട് അന്ന് വീട്ടിലേക്ക് പോയി. എനിക്ക് ഭയമായിരുന്നു, സാഹചര്യം പഴയതാണ്, വീണ്ടും പാപത്തിലേക്ക് പോകുമോ എന്ന്. എന്നാൽ ഞാൻ ഇടയ്ക്കിടെ അന്വേഷിക്കാൻ ചെല്ലും. രാവിലെ ഈസ്റ്ററിന്റെ അന്ന് രാവിലെ കവലയ്ക്കൊന്ന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണോ? എനിക്ക് പോകണം. ഞാനും കൂടെ ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, അവിടെ ചാരായ ഷാപ്പുണ്ട്, കള്ള് ഷാപ്പുണ്ട്. അവിടെയൊക്കെ ചെന്നപ്പോൾ ആളുകൾ അമ്പരപ്പോടെ നോക്കുകയാണ്. ഞാൻ കൊടുത്ത വേഷമാണ് എൻ്റെ കൊച്ചപ്പൻ ധരിച്ചിട്ടുള്ളത്. ആ മനുഷ്യനെ കണ്ടപ്പോൾ ആളുകൾ പല രീതിയിൽ സംസാരിച്ചു. പഴയ കൂട്ടുകാരടുത്ത് വന്നു, പൗലോസേ നമുക്കൊന്ന് കൂടിയാലോ, നമുക്കൊന്ന് ആഘോഷിച്ചാലോ, തോളിൽ കൈയിടാൻ ശ്രമിച്ചു. അദ്ദേഹം തിരിഞ്ഞു നിന്ന് പറഞ്ഞു, എന്നെ തുടരുത്, നിങ്ങൾക്കറിയാവുന്ന പൗലോസ് മരിച്ചുപോയി, ഇതൊരു പുതിയ മനുഷ്യനാണ്. ഞാൻ ഇന്ന് ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയവനാണ്. ഞാൻ വിശുദ്ധ ജീവിതത്തിന് ജീവിതം സമർപ്പിച്ചവനാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, സാഹചര്യം മാറും, അല്ല, സാഹചര്യങ്ങളും ചുറ്റുപാടുകളും മാറില്ല. ഞാൻ മാനസാന്തരപ്പെട്ടാൽ, ഞാൻ തീരുമാനമെടുത്താൽ, ഞാൻ ദൈവപക്ഷത്തേക്ക് തിരിഞ്ഞാൽ ഞാൻ സൂക്ഷ്മതയോടെ ജീവിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക, ജഡമോഹം വിട്ടൊഴിയുക. വ്യഭിചാരം, മദ്യപാനം, വെറുക്കൂത്തുകൾ എന്നിവ നമ്മുടെ ജീവിതത്തെ വഷളത്വത്തിലേക്ക് വീണ്ടും മാടി വിളിക്കുന്നുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെ തിരുവചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം മുതലായവ എന്ന് രേഖപ്പെടുത്തുന്നു. പട്ടിക അപ്പോസ്തലൻ പൂർത്തീകരിക്കുന്നില്ല. ജഡമോഹത്തിൽ പിടിക്കപ്പെടാതിരിപ്പാൻ തന്നെ സൂക്ഷിക്കുക, പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുക, വിശുദ്ധ കൂദാശ സംസർഗത്തിൽ ജീവിക്കുക, പള്ളി ആരാധനാ ബന്ധത്തിൽ ജീവിക്കുക, പരിശുദ്ധ കുർബാനാ ബന്ധത്തിൽ ജീവിക്കുക. ജഡമോഹത്തിന് പിടികൊടുക്കാതിരിപ്പാൻ ദൈവാലയത്തിൽ നിന്ന് വിട്ടുമാറാതെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുക. കുടുംബ പ്രാർത്ഥന മുടക്കാതിരിക്കുക. വീണ്ടും മറ്റൊരു മോഹമാണ് കൺമോഹം. ശ്ലീലമല്ലാത്തത് കാണുന്നത് ഇന്ന് അനേകം പേർക്ക് ഒരു ഹരമായി തീർന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായവർ, പ്രിയപ്പെട്ടവരെ, സ്മാർട്ട് ഫോണുകൾ കയ്യിലൊതുക്കി പിടിച്ച് അടച്ചിട്ട മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന് മണിക്കൂറുകളിൽ നിന്ന് മണിക്കൂറുകളിലേക്ക് ആസ്വദിച്ച് പോകുമ്പോൾ കൺമോഹത്തിന്റെ പിടിയിലമർന്ന് സ്വയം മറന്നുപോകുന്ന, പാപത്തിൽ മുഴുകിപ്പോകുന്ന, ബന്ധങ്ങൾ പോലും ഉലഞ്ഞു പോകുന്ന ഒരു കാലമാണിത്.
അതുകൊണ്ട് കൺമോഹത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക. കണ്ണിന്റെ കാഴ്ചയാണ് ദാവീദിനെ രാജസ്ഥാനത്ത് തകർത്ത് കളഞ്ഞത്. പ്രിയപ്പെട്ടവരെ, തന്റെ വിശ്വസ്ത പടയാളിയുടെ ഭാര്യയെ മോഹിച്ച് അവളെ കൈവശപ്പെടുത്തിയ ദാവീദ് നാഥാൻ പ്രവാചകന്റെ മുമ്പിൽ കുറ്റവാളിയായി നിൽക്കുന്ന രംഗം ഓർമ്മയിലുണ്ടാകട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ജഡമോഹത്തെ വിട്ട് പിന്മാറുക, ഓടുക. കൺമോഹത്തെ വിട്ട് പിന്മാറുക, ഓടുക. മൂന്നാമത്തേത് ജീവനത്തിന്റെ പ്രതാപമാണ്. സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ, മുഖ്യാസനങ്ങൾ, രാജ്യവും ശക്തിയും മഹത്വവും വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടമാണ്. ആ ഓട്ടം അപകടമാണ്. അത് ആത്മീയ ജീവിതത്തിന് പരാജയമാണ്. അത് ആത്മീയ ജീവിതത്തിൽ നമ്മെ തള്ളിയിടും. അത് നമ്മെ നരകത്തിലെത്തിക്കും. അത് നമ്മെ സ്വർഗത്തിൽ നിന്ന് അന്യവൽക്കരിക്കും. അതുകൊണ്ട് ഈ ജീവനത്തിന്റെ പ്രതാപത്തിന് പിന്നാലെയുള്ള ഓട്ടം മതിയാക്കുക. അങ്ങനെ ഓടിയ ചില ആളുകളുടെ അതിദാരുണമായ അന്ത്യത്തെക്കുറിച്ച് പഴയ നിയമം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതിലൊരുവനായിരുന്നു ദാവീദിന്റെ ആദ്യ കടിഞ്ഞൂൽപുത്രനായിരുന്ന അബ്ശാലോം രാജകുമാരൻ. അവൻ അപ്പനെ സ്ഥാനഭ്രഷ്ടനാക്കി ഇസ്രായേലിന്റെ ചക്രവർത്തിയാകാൻ വേണ്ടി അപ്പനെതിരെ കരു നീക്കുകയും അപ്പനെതിരെ പടജനത്തെ കൂട്ടുകയും അപ്പനെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്ത ഒരു കുബുദ്ധിയായ ചെറുപ്പക്കാരനായിരുന്നല്ലോ. എന്നാൽ അവന്റെ അന്ത്യം അത്യന്തം ദാരുണമായിരുന്നു. ഒരു കരുവേലകത്തിൽ മുടിക്കെട്ടുടക്കി ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂങ്ങിയാടുമ്പോൾ പടനായകനായ യോവാബ് അവനെ എന്ത് ചെയ്യേണ്ടു എന്ന് നനച്ചു നിൽക്കുമ്പോൾ അവന്റെ ചങ്കിലേക്ക് കുന്തം കുത്തിക്കയറ്റി അവനെ ചുറ്റും നിന്നവർ തല്ലിക്കൊന്നു, ഒരു പേപ്പട്ടിയെ പോലെ. ദൈവമക്കളെ, ജീവനത്തിന്റെ പ്രതാപം, ആയുസിന്റെ നല്ല പ്രായം പിന്നിടുമ്പോൾ അവന്റെ അന്ത്യത്തിലാണ് കലാശിച്ചത്. മറ്റൊരു മൂഢനാണ് ആഹാബ് മഹാരാജാവ്. എല്ലാ പ്രതാപവും ഉണ്ടായിരുന്നു. ആനക്കൊമ്പ് കൊണ്ടുള്ള സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിച്ചവനാണ് ആഹാബ് മഹാരാജാവ്. പക്ഷേ ആർത്തി തീർന്നില്ല. പാവപ്പെട്ട നാബോത്ത് എന്ന കർഷകനെ കല്ലെറിഞ്ഞു കൊല്ലിച്ച് അവന്റെ പിതൃസ്വത്തും കുടുംബസ്വത്തും കൈവശപ്പെടുത്തി അവിടെ ഉദ്യാനമുണ്ടാക്കി ഉല്ലസിപ്പാൻ ശ്രമിച്ച ആഹാബ് മഹാരാജാവ് പടനിലത്ത് വെച്ച് നെഞ്ചിൽ അമ്പ് കയറി തേർത്തട്ടിൽ വീണ് ചക്രമുടഞ്ഞുപോയ തേർത്തട്ടിൽ അവന്റെ ശരീരത്തിൽ നിന്നൊഴുകി രക്തം തളം കെട്ടിക്കിടന്നത് തെരുവ് പട്ടികൾ നക്കിക്കുടിച്ചു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ജീവനത്തിന്റെ പ്രതാപത്തിന്റെ പിന്നാലെ ഓടുന്നത് അനർത്ഥമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം തിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കയ്യിലിരിപ്പ് കൊണ്ട് ചില ആളുകളുടെ ജീവിതത്തിൽ മാറ കയറി വന്നേക്കാം. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിഞ്ഞ്, ദൈവം അനുവദിച്ച് ചില മാറായുടെ അനുഭവങ്ങൾ കയറി വരാം. ചിലരുടെയെങ്കിലും കയ്യിലിരിപ്പ് കൊണ്ട്, തൻ്റെ സ്വന്തം സ്വഭാവ ദൂഷ്യം കൊണ്ട് മാറായുടെ അനുഭവം കടന്നു വരാം. അവസാനിപ്പിക്കാൻ പോകുകയാണ്. എന്നാൽ ഈ മാറ എങ്ങനെ മധുരമാകും? ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 25-ാമത്തെ തിരുവചനം. മോശയോട് ദൈവമായ കർത്താവ് പറഞ്ഞു, മോശ, ഞാൻ കാണിച്ചു തരുന്ന വൃക്ഷത്തിന്റെ ഒരു കമ്പ് വെട്ടിയെടുത്ത് നീ നീരുറവയിലിടുക, അത് മധുരമുള്ളതായി തീരും. കർത്താവ് കാണിച്ചു കൊടുത്ത വൃക്ഷം ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട മുള, ദൈവപുത്രനായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെയാണ് ഈ വെട്ടിയെടുത്ത വൃക്ഷക്കമ്പ് സൂചിപ്പിക്കുന്നത്. ദൈവമക്കളെ, വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ പോയ അവസാനത്തെ പ്രാവശ്യം ഈ മാറായിൽ ഞാനും പോകുവാൻ ഭാഗ്യമുണ്ടായി. മോശ കമ്പ് വെട്ടിയിട്ട് വെള്ളം ശുദ്ധമായി തീർന്ന ആ മനോഹരമായ നീരുറവ ഇന്നും അവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവര്, അവിടെ വരുന്ന തീർത്ഥാടകൾ പലരും കന്നാസും കുപ്പിയും കൊണ്ടുവന്ന് ആ ശുദ്ധജല നീരുറവയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ഇപ്പോഴതിന് മധുരമുണ്ടോ എന്നറിയാൻ ഞാനത് തൊട്ട് നാവിൽ വെച്ചു. ഇപ്പോഴാ വെള്ളത്തിന് മധുരമുള്ളതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ, കാലപ്പഴക്കം കൊണ്ട് സംഭവിച്ചതാകാം എന്ന് വിചാരിക്കുകയാണ്. അവൻ കയ്പ് നിറഞ്ഞ ജീവിതങ്ങളിലായി തീർന്നാൽ, കർത്താവായ യേശുക്രിസ്തു എന്റെയോ നിന്റെയോ ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്നാൽ എത്ര കഠിനമായ കയ്പും മധുരമുള്ളതായി മാറും. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു കർത്താവിനെ നെഞ്ചിനകത്ത് സ്വാംശീകരിച്ച് അവനെ ആരാധിച്ച് അവനെ മഹത്വപ്പെടുത്തി അവനിൽ ഇമ്പപ്പെട്ട് അവനിൽ ആനന്ദം കണ്ട് അവനെ ആസ്വദിച്ച് മടങ്ങുമെങ്കിൽ നിന്റെ കയ്പെല്ലാം മധുരമായി മാറുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കാരാഗ്രഹമുറിയെ ആരാധനാസ്ഥലവും പ്രസംഗവേദിയുമാക്കി തീർത്തത് നമ്മൾ കേട്ടുകഴിഞ്ഞതാണല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ സക്കായിയുടെ കുടുംബജീവിതം അത് കയ്പ് നിറഞ്ഞതായിരുന്നു. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടതായിരുന്നു. പള്ളി ഭ്രഷ്ടനാക്കപ്പെട്ടവനായിരുന്നു സക്കായി. അവന്റെ ജീവിതത്തെ മധുരതരമാക്കി തീർത്ത യേശുക്രിസ്തുവിന്റെ ഇടപെടൽ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ശമരിയ സ്ത്രീയുടെ ഒരിക്കലും ശമിക്കാത്ത ദാഹം
യേശുക്രിസ്തു ജീവജലം കൊടുത്ത് ശമിപ്പിച്ചത് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. കല്ലെറിയാൻ കൊണ്ടുവന്നവർ കല്ലെറിയാതെ കൈയൊഴിഞ്ഞു പോയപ്പോ ഏറ്റവും വേദനയോടെ നിന്ന ആ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സാധുവായ സ്ത്രീ ആനന്ദാശ്രുക്കൾ പൊഴിച്ച് സസന്തോഷം ആനന്ദത്തോടെ മടങ്ങിയത് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. കാനാവിലെ കല്യാണ വീട്ടിലെ സംഘർഷം നിറഞ്ഞ കണ്ണുനീർ നിറഞ്ഞ സാഹചര്യത്തെ ആനന്ദകരമാക്കി തീർത്ത് അവിടെ ഇടപെട്ട് പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റി അവിടുത്തെ കയ്പിനെ മധുരമാക്കിയ കർത്താവിനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ബേഥാനിയായിലെ മരണ വീട്ടിൽ എഴുന്നള്ളിച്ചെന്ന് കണ്ണുനീരിൽ മുങ്ങിക്കിടന്ന ആ മരണ വീടിനെ ഉല്ലാസഭവനമാക്കി മാറ്റിയ യേശുക്രിസ്തുവിന്റെ ഇടപെടൽ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. നയീനിലെ വിധവയുടെ മകന്റെ വിലാപയാത്രയെ വിനോദയാത്രയാക്കി മാറ്റിയ യേശുക്രിസ്തുവിന്റെ ഇടപെടലിനെ നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് ഇന്ന് നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് വന്നാൽ നിന്റെ ഏത് കയ്പും മധുരമായി മാറുമെന്ന്, നിന്റെ മാറായെ മധുരമാക്കുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന്, അവൻ നിന്റെ ജീവിതത്തെ മധുരമാക്കാനാണ് വന്നത് എന്ന് ഈ കൺവെൻഷനിൽ ഇന്ന് രാത്രി പങ്കെടുക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി അരുളി ചെയ്യുകയാണ്. ആമേൻ. മാറാ ക്രിസ്തീയ ജീവിതത്തിലെ അനിവാര്യമായ അനുഭവമാണ് ഒന്നാമത്തെ ചിന്ത. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ മാറായുടെ അനുഭവം കയ്യിലിരിപ്പ് കൊണ്ട് വന്നതാണ് രണ്ടാമത്തെ ചിന്ത. എങ്ങനെ കയ്പ് കയറിയാലും അതിനെ മധുരമാക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്, അത് യേശുക്രിസ്തുവാണ്. വേറൊരുത്തനിലും അത് ഇല്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് സ്വംശീകരിച്ച് എല്ലാ മാറയും മധുരമാക്കുന്നവനെ ഉള്ളിൽ പേറിക്കൊണ്ട് മടങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. മാറായെ മധുരമാക്കി തീർക്കുമവൻ, മാറായെ മധുരമാക്കി തീർക്കുമവൻ, പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ, പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. നമുക്ക് തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരുണാസമ്പൂർണനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഭാഗ്യകരമായ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞങ്ങളെ നീ ഈ സ്ഥലത്ത് വിളിച്ചു ചേർത്ത് വാഗ്ദത്തം പോലെ ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി നിന്ന് മധുരമായി ആഴമായി ശക്തമായി ഇന്ന് രാത്രി ഞങ്ങളോട് സംവദിച്ചു കൊണ്ടിരുന്നല്ലോ കർത്താവേ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കയ്പ് കലരുന്നത് കർത്താവെ നീ അറിഞ്ഞാകാം, ഞങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാകാം. എന്നാൽ മാറാ ക്രിസ്തീയ ജീവിതത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. അതിൻ്റെ മധ്യത്തിൽ പതറരുത്, തളരരുത്, നിരാശപ്പെടരുത്, പിറുപിറുക്കരുത്, പാട്ടുപാടണം, ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ഏത് വിധത്തിൽ ജീവിതത്തിൽ കയ്പ് കലർന്നാലും അതിനൊരേ ഒരു പരിഹാരമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വരയണമേ, നീ ഞങ്ങളുടെ ഉള്ളത്തിൽ വാഴണമേ, നീ ഞങ്ങളുടെ ജീവിതത്തെ മധുരതരമാക്കണമേ. കർത്താവിനെ ഉള്ളിൽ പേറിക്കൊണ്ട് ആനന്ദത്തോടെ, മാധുര്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ, വിശുദ്ധിയോടെ നിന്നെ പ്രിയപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരവും അവിടുത്തെ കൃപയും അവിടുത്തെ സ്നേഹവും അവിടുത്തെ വാത്സല്യവും ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകണമേ. നല്ല കർത്താവേ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തുതിക്കുന്നു. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ വന്ന് നിങ്ങളെ കൂടിക്കാണുവാൻ ഈ ഓഡിറ്റോറിയം നിറയെ പുരുഷാരം വന്നല്ലോ. ദൈവത്തിന് ഒരു കോടി സ്തോത്രം. നിങ്ങൾ വളരെ ആർത്തിയോടെ വന്ന് ദൈവം അതിന് ശ്രമിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ.